നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങൾക്ക് അനുഗ്രഹീതമായ സന്ധ്യ നിൻ്റെ കാരുണ്യത്താൽ ദാനം ചെയ്തതോർത്ത് നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ ഇടവകയുടെ 91ാമത് കൺവെൻഷനിലേക്ക് ഈ വർഷവും വരുവാൻ ഞങ്ങൾക്ക് തന്ന അവസരങ്ങൾക്കും സാവകാശങ്ങൾക്കുമായി ഇതിനെ സ്തുതിക്കുന്നു. ഒരു വർഷം ഞങ്ങളെ പിന്നിട്ട് പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവകൃപയോടുകൂടെ അതിൽ പ്രവേശിപ്പാൻ തക്കവണ്ണോടികളെ നീ സഹായിക്കണം. നിൻ്റെ വചനം അതിനെ സഹായിക്കുന്നതുകൊണ്ട് സ്തോത്രം. നിൻ്റെ വചനത്തിലെ അത്ഭുതകരമായ സത്യങ്ങളെ ഞങ്ങൾക്ക് തുറന്നു നൽകണമേ. ബലഹീനനായ അടിയനെയും തിരുവചനം ശ്രവിക്കുന്ന വലിയൊരു നിന്റെ മക്കളെയും കാത്തുകൊള്ളണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള വർക്കി തോമസ് അച്ഛൻ, കർത്താവിൽ പ്രിയ സ്നേഹിതരെ, പുന്നക്കാട് സെൻറ് തോമസ് CSI ഇടവകയുടെ 91ാമത് കൺവെൻഷനിൽ സംബന്ധിക്കുവാനായിട്ട് സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ അനുഗ്രഹീതമായ കൺവെൻഷനിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട അച്ഛനോടും ചുമതലക്കാരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛന് എനിക്ക് ദീർഘമായ വർഷങ്ങളുടെ പരിചിതനാണ്, സ്നേഹിതനാണ്. അച്ഛൻ്റെ കുടുംബവും അപ്രകാരം തന്നെയാണ്. എന്നാൽ കൊച്ചമ്മയുടെ കുടുംബം, ഞാൻ ആ കൊച്ചമ്മയുടെ കുടുംബത്തിൻ്റെ ഇടവക വികാരിയായിരുന്നു. ആ സമയത്ത് വളരെയധികം പരിചിതമായ ഒരു കുടുംബമായിരുന്നു അത്. ഞങ്ങൾക്ക് വളരെയധികം വ്യക്തിബന്ധമുള്ളതായിരിക്കുന്ന കുടുംബം. 2 കുടുംബങ്ങളും അപ്രകാരം തന്നെയാണ്. കൊച്ചമ്മേൻ്റെ ഒരു ഇടവക അംഗമായിരുന്നു. അങ്ങനെയുള്ളതായിരിക്കുന്ന ബന്ധങ്ങളൊക്കെ ഒന്നുകൂടെ ദൃഢീകരിക്കാനായിട്ട് ദൈവം തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളൊരു പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിനങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു വർഷം നമ്മളെ പിന്നിട്ടു, ഒരു പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലും കഴിവുള്ളിടത്തോളമുള്ള നാളുകളിൽ ഇതുപോലുള്ളതായിരിക്കുന്ന കൺവെൻഷൻ യോഗങ്ങളും ആത്മീയ സംഗമങ്ങളും ഒക്കെ നമ്മൾ കൂടുന്നുണ്ട്. അത് പുതുവർഷത്തിലേക്ക് അനുഗ്രഹീതമായി പ്രവേശിക്കുവാൻ നമ്മെ സഹായിക്കുന്നതായിരിക്കുന്ന ഘടകമാണ്. അത് നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൺവെൻഷൻ യോഗങ്ങൾ ഇന്ന് അത്ര അസാധാരണമായിരിക്കുന്ന ഒന്നല്ല, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പണ്ട് അപൂർവമായ ചില സ്ഥലങ്ങളിലൊക്കെ നടന്നിരുന്നതായ കൺവെൻഷൻ യോഗങ്ങൾ ഇന്ന് ഇടവകയുടെ വലിപ്പമോ ഇടവകയുടെ ചെറുപ്പമോ ഒന്നും നോക്കാതെ എല്ലാ ഇടവകളും കൺവെൻഷൻ യോഗങ്ങൾ നടത്തുന്നുണ്ട്. അതെന്തിനാണ് നടത്തുന്നത് എന്ന് നമ്മുടെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞ ഒരു ഉത്തരമുണ്ട്. വളരെ ക്ലാസിക്കലായിട്ടുള്ള കൺവെൻഷനെ കുറിച്ചുള്ളതായ പ്രതീക്ഷ നമ്മുടെ പിതാക്കന്മാർ പറയുന്നുണ്ട്. ഇന്ന് അധികം പറയാറില്ല. പാപികളുടെ മാനസാന്തരം, പിന്മാറ്റക്കാരുടെ തിരിച്ചുവരവ്, വിശ്വാസികളുടെ നിലനിൽപ്പ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ പുരാതനമായി പറഞ്ഞുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെ അത് പറയുന്നില്ലെങ്കിൽ തന്നെയും ഞാൻ വിശ്വസിക്കുന്നത് ഈ 3 കാര്യങ്ങളും നമ്മുടെ കൺവെൻഷൻ യോഗങ്ങളിൽ സംഭവിക്കണം. പാപികളുടെ മാനസാന്തരം എന്ന് പറഞ്ഞാൽ ദൈവബോധമില്ലാതെ ജീവിക്കുന്നതായ ആളുകൾ ദൈവത്തെ കണ്ടെത്തി ദൈവത്തെങ്കിലേക്ക് വരാനായിട്ട് ഇടയാകണം. പിന്മാറ്റക്കാരുടെ തിരിച്ചുവരവ് എന്ന് പറഞ്ഞാൽ ഒരു നാളിൽ ദൈവത്തെ അറിഞ്ഞതായിരിക്കുന്ന ആളുകളാണ്, പക്ഷേ ദൈവത്തിൽ നിന്ന് മാറിപ്പോയി. അവർക്ക് മടങ്ങി വരുന്നതിനുള്ളതായിരിക്കുന്ന ഒരവസരം ഉണ്ടാകണം. 3ാമത് വിശ്വാസികളുടെ നിലനിൽപ്പ് എന്ന് പറയും. അതായത് അതിൻ്റെ അർത്ഥം നമ്മൾ അറിഞ്ഞതും മനസ്സിലാക്കിയതുമായിരിക്കുന്ന കാര്യങ്ങൾ കൂടുതലായി ഗ്രഹിച്ച് ആത്മീയ ജീവിതത്തിൽ ഒരു പരിജ്ഞാനം പ്രാപിക്കുന്നതായിരിക്കുന്ന അവസരം നമ്മളിൽ ഉണ്ടാകണം. ഈ മഹത്തായിരിക്കുന്ന ലക്ഷ്യം ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ എല്ലാ കൺവെൻഷൻ യോഗങ്ങളിലും പ്രതീക്ഷിക്കുന്നതായ കാര്യമാണ്. എങ്ങനെ അനുഗ്രഹമായി തീരാനായിട്ട് സാധിക്കും? അപ്പോസ്തലനായ പത്രോസ് യേശുക്രിസ്തുവിൻ്റെ ഐഹിക കാലഘട്ടത്തിൽ പത്രോസുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച് തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. 2 പത്രോസ് 1:18 പത്രോസും യാക്കോബും യോഹന്നാനും 3 പേരും യേശുക്രിസ്തുവും ഒരു മലയുടെ മുകളിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയി. നമ്മൾ ആ സംഭവത്തെക്കുറിച്ച് പറയുന്നത് മറുരൂപമല എന്നുള്ളതാണ്. എന്നാൽ പത്രോസ് ആ സംഭവത്തെക്കുറിച്ച് പറയുന്നത് 2 പത്രോസ് 1:18 ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദം കേട്ടു. ഈ മലയ്ക്ക് പിന്നീടുണ്ടായ ഒരു പേരാണ് വിശുദ്ധ പർവ്വതം എന്നുള്ളതായ കാര്യം. അതായത് യേശുവും പത്രോസും യാക്കോബും യോഹന്നാനും
ആ മലയിൽ ദീർഘമായ സമയം പ്രാർത്ഥനയിൽ ചെലവഴിച്ചതായ അനുഗ്രഹകരമായ ഒരിടമായതുകൊണ്ടാണ് ആ പർവ്വതത്തിന് പിന്നീട് വിശുദ്ധ പർവ്വതം എന്നുള്ളതായിരിക്കുന്ന പേര് പത്രോസ് നൽകുന്നത്. അവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, അവനോടുകൂടെ ഇരുന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദം കേട്ടു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുകൂടിയാണ് നാം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇത് ഒരു ഉയർന്ന മലയുടെ മുകളിലാണ്. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കും. ഇവിടെ പറയുന്ന ഞങ്ങളുടെ ശബ്ദമല്ല, ദൈവത്തോടുകൂടി ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് കഴിയുന്ന ഒരു അനുഭവം. പത്രോസ് ഈ സംഭവത്തെ വളരെ മനോഹരമായിട്ട് പറയുകയാണ്. ഞങ്ങൾ അവനോടുകൂടെ ഇരുന്നപ്പോൾ, we were with him, voice from heaven we heard. ഞങ്ങൾ അവനോടുകൂടി ഇരുന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദം കേട്ടു. ഇത് കേട്ടുകൊണ്ട് എന്താ അവിടെ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. 3 കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഒന്ന്, ഒരു വലിയ തിരിച്ചറിവിന് അവർ വിധേയരാകുന്നു. എന്താണ് തിരിച്ചറിവ്? പത്രോസ് പ്രാർത്ഥിക്കാൻ പോയതെങ്കിൽ തന്നെയും പത്രോസ് അല്പം ഉറങ്ങി എന്നുള്ളത് ഒരു സത്യമാണ്. എന്നാൽ പത്രോസ് പറയുന്നുണ്ട്, കർത്താവേ, ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്. പത്രോസ് മോശയും ഏലിയാവിനെയും കണ്ടിട്ടില്ല, ഒരു പടം പോലും കണ്ടിട്ടില്ല. കാരണം യഹൂദന്മാർ 5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ക്രിസ്തുവിന് ശേഷം പടം വരയ്ക്കാൻ തന്നെ തുടങ്ങിയത്. കാരണം പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, യാതൊരു രൂപം ഉണ്ടാക്കരുത്. അത് ആക്ഷരികമായി വ്യാഖ്യാനിച്ചിട്ട് ചിത്രാലേപനം പോലും അവർ തെറ്റാണെന്ന് കരുതിയിരുന്ന ഒരു സമൂഹമായിരുന്നു. അപ്പോൾ ഞാനിത് പറഞ്ഞത്, പടം പോലും കണ്ടിട്ടില്ല, കേൾവി മാത്രം, തിരുവചനത്തിൽ നിന്ന് വായിച്ചു കേട്ടതായിരിക്കുന്ന ഒരു അറിവ് മാത്രം. അങ്ങനെയുള്ളതായിരിക്കുന്ന പത്രോസ് ഈ മോശയും ഏലിയാവിനെയും തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നത് ഒരു അസാധാരണമായിരിക്കുന്ന കാര്യമാണ്. ഒരു വലിയ അവയർനെസ് അവിടെ ഉണ്ടായി, അവർക്ക് അത് ഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കൺവെൻഷൻ യോഗത്തിൽ കർത്താവിനോടുകൂടി ഇരുന്ന് സ്വർഗത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒന്നാമത് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഒരു വലിയ തിരിച്ചറിവാണ്. എന്താണ് തിരിച്ചറിവ്? നമ്മുടെ ജീവിതത്തെ കാണാനായിട്ട്, നമ്മുടെ അനുഭവത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു അനുഭവം. രണ്ടാമത് നമ്മളവിടെ കാണുന്നത് യേശുക്രിസ്തു ആരാണെന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. അപ്പോൾ യേശുക്രിസ്തു ആരാണെന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. യേശുവിനോടുകൂടെ നടന്ന ആളുകളാണെങ്കിലും കുറച്ചുകൂടെ വ്യക്തമായി കർത്താവിനെ അവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞ ഒരു സാഹചര്യം. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് യേശുവിൻ്റെ മഹത്വം അവർ ദർശിച്ചു. ഒരു വലിയ അത്ഭുതത്തിന് അവർ വിധേയമാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൺവെൻഷൻ യോഗം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതായ 3 കാര്യങ്ങളാണ്. ഒന്നൊരു വലിയ തിരിച്ചറിവ് നമ്മളിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും ഉണ്ടാകണം. രണ്ടാമതായിട്ട് യേശു ക്രിസ്തു ആരാണെന്നുള്ളത് ഒന്നുകൂടെ അറിയാൻ സാധിക്കണം. നമുക്കെല്ലാം അറിയാം യേശു ആരാണെന്ന്. എന്നാൽ യേശുവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന അറിവ് നമ്മുടെ ജീവിതത്തിൽ ദിനംതോറും വളരേണ്ടതായിരിക്കുന്ന ഒരു അനുഭവമാണ്. മൂന്നാമത് യേശുവിൻ്റെ മഹത്വം ദർശിക്കുന്നതായ അനുഭവം. ഈ നാളുകൾ, ഈ ദിവസങ്ങളിലെ നമ്മുടെ കൺവെൻഷൻ യോഗങ്ങൾ കൊണ്ട് ഈ 3 അനുഭവങ്ങൾ മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായ ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രിയിലത്തെ നമ്മുടെ ധ്യാനത്തിനായി ആവർത്തന പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ വിഷയമാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ അദീർഘമായ ഭാഗമായതുകൊണ്ട് വായിക്കുന്നില്ല. എന്നാൽ ഒരു വാക്യം മാത്രം ഞാൻ വായിക്കുന്നു. ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ ആവർത്തന പുസ്തകം വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഒരുപക്ഷെങ്കിൽ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഈ ആവർത്തന പുസ്തകം ശ്രദ്ധേയമായ പുസ്തകമാണെന്ന് പറഞ്ഞ് എന്താ ബാക്കി പുസ്തകങ്ങളല്ലേ? നമ്മൾ വിശ്വസിക്കുന്നത് 66 പുസ്തകങ്ങൾ അടങ്ങിയതായിരിക്കുന്ന ഈ വേദപുസ്തകം മുഴുവൻ പ്രാധാന്യമുള്ളതാണെന്നാണ്. എന്നാൽ ആവർത്തന പുസ്തകത്തിന് ചില സവിശേഷതകളുണ്ട്. ഒരു പുസ്തകത്തെ നമ്മൾ പഠിക്കുമ്പോൾ അത് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യം. അതിനാണ് ഞാനിത് പറയുന്നത്.
ഒന്നാമത്തെ സവിശേഷത, ആവർത്തന പുസ്തകം ആദ്യത്തെ 5 ഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പുസ്തകമാണ്. വേദപുസ്തകത്തിൽ ആദ്യത്തെ 5 പുസ്തകങ്ങൾ വളരെ പ്രാധാന്യതയോടുകൂടെ ചേർത്തിരിക്കുന്നതായ ഒരു പുസ്തകം. മോശയുടെ പുസ്തകം, ന്യായപ്രമാണ പുസ്തകം എന്നൊക്കെ പറയുന്നതായിരിക്കുന്ന പുസ്തകമാണ്. അതിൻ്റെ അവസാനത്തെ പുസ്തകമാണ് ആവർത്തന പുസ്തകം. മാത്രമല്ല, വേദപുസ്തകത്തിന് തുടർന്നുള്ളതായിരിക്കുന്ന ഗ്രന്ഥങ്ങളിലും വേദപുസ്തകം എഴുതിയതായിരിക്കുന്ന ആളുകളിലും ആവർത്തന പുസ്തകത്തിൻ്റെ ആശയങ്ങൾ വളരെ വ്യക്തമായി അവർ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മൾ വായിച്ചാൽ മനസ്സിലാവും, ആവർത്തന പുസ്തകത്തിലെ ആശയങ്ങളുടെ ഒരു നിഴലോ വെളിച്ചമോ ഒക്കെ ബാക്കിയുള്ളതായിരിക്കുന്ന പുസ്തകങ്ങളിൽ കാണുന്നുണ്ട്. പുതിയ നിയമവും ഏറ്റവും അധികം പരാമർശിച്ചിരിക്കുന്ന ഒരു പുസ്തകം ആവർത്തന പുസ്തകമാണ്. ഇനി ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ഒരു വസ്തുത, യേശുക്രിസ്തു ആദ്യമായി തിരുവചനത്തിൽ നിന്ന് ഒരു ഉദ്ധരണി പറയുന്നത് ആവർത്തന പുസ്തകത്തിൽ നിന്നാണ്. ഏതാ സാഹചര്യം എന്നുള്ളത് നമുക്കറിയാം. യേശുക്രിസ്തു 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് യേശുവിൻ്റെ അടുക്കൽ പ്രലോഭകൻ അല്ലെങ്കിൽ പരീക്ഷകൻ വന്ന് കർത്താവിനോട് പറഞ്ഞു, നിന്റെ മുമ്പിൽ കിടക്കുന്ന ഈ കല്ലുകളെല്ലാം അപ്പമായി തീർന്ന് നീ ഭക്ഷിക്കാനായിട്ട് പറയുന്നു. ആ സമയത്ത് യേശുക്രിസ്തു പരീക്ഷകനോട് പറയുന്നത് ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിച്ച 8-ാം അധ്യായത്തിൽ നിന്നാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് നീ അറിയണം. അപ്പോൾ യേശുക്രിസ്തുവിന് ആവർത്തന പുസ്തകം വളരെ പരിചിതമായ ഒരു പുസ്തകമായതുകൊണ്ടാണ് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട്, വളരെ പെട്ടെന്ന് ഈ ആവർത്തന പുസ്തകത്തിലെ വാക്യം കർത്താവിൻ്റെ ഓർമ്മയിൽ വന്നത്. യേശു ദൈവപുത്രനായതുകൊണ്ട് നല്ല ഓർമ്മയുള്ള ആളാണെന്നൊന്നും ധരിക്കേണ്ട കാര്യമില്ല. നിശ്ചയമായിട്ട് ഓർമ്മയുള്ള ആളാണ്. അപ്പോൾ വളരെ പരിചിതമായ ഒരു ഗ്രന്ഥമായിരുന്നു കർത്താവിന്. അപ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങൾ ഈ ആവർത്തന പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പറയാനായിട്ടുണ്ട്. അതിലേക്കൊന്നും കടക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഈ ആവർത്തന പുസ്തകത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ഇസ്രായേൽ മക്കൾ 40 സംവത്സരം മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത് ദൈവം വാഗ്ദാനം ചെയ്തതായിരിക്കുന്ന പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് പ്രവേശിക്കുവാൻ ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ അവരോട് മോശ നടത്തുന്നതായിരിക്കുന്ന പ്രഭാഷണങ്ങളാണ് 1 മുതൽ 33 വരെയുള്ളതായ അധ്യായം. വേദപുസ്തകത്തിലെ ഈ മുഴുവൻ ഇതുപോലെ പ്രഭാഷണം രേഖപ്പെടുത്തിയിരിക്കുന്ന വേറെ ഒരു പുസ്തകവുമില്ല. 1-ാം അധ്യായം മുതൽ 33 വരെയുള്ള അധ്യായങ്ങൾ മോശയുടെ പ്രഭാഷണങ്ങളാണ്. ഒരു പുതിയ സമൂഹത്തിലേക്ക് അവർ പോവുകയാണ്, ഒരു പുതിയ രാജ്യത്തിലേക്ക് പോവുകയാണ്, ഒരു പുതിയ സ്ഥലത്തേക്ക് അവർ പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ അവരെങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി അവർക്ക് നൽകുന്ന ഒരു മാർഗരേഖയാണ് ആവർത്തന പുസ്തകം. മോശയെ നമുക്കറിയാം, ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ജനനേതാവായിരുന്നു മോശ. ഞാൻ വിശ്വസിക്കുന്നത് മോശയെ പോലെ ഒരു ജനനേതാവ് ഇനി ലോക ചരിത്രത്തിൽ ഉണ്ടാകത്തില്ല, ഉണ്ടായിട്ടുമില്ല. അത്ര ഉന്നതനായിരിക്കുന്ന ആളാണ്. 1-2 ദിവസമല്ല, 40-ലധികം വർഷം. വേദപുസ്തകത്തിൽ 40 വർഷം എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും വേദപുസ്തക പഠിതാക്കളൊക്കെ പറയുന്നത് 40 അല്ല, അതിൽ കൂടുതൽ വർഷങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ കലണ്ടർ ഒന്നും അവരുടെ ഇല്ലല്ലോ എത്ര വർഷം കഴിഞ്ഞെന്നൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ ഏകദേശം 1/2 നൂറ്റാണ്ടോളമുള്ള കാലഘട്ടങ്ങളിൽ അവരെ അതിശയകരമായി നടത്തിയ ഒരു ഉന്നതനായിരിക്കുന്ന ഒരു ലീഡറായിരുന്നു മോശ. മോശയെ ദൈവം വിളിക്കുന്ന സംഭവമൊക്കെ നമുക്കറിയാം. മോശ ദൈവത്തിൻ്റെ നിയോഗമനുസരിച്ച് ഈ ജനതയെ നയിക്കാനായിട്ട് തീരുമാനം എടുക്കുന്നുണ്ട്. 40-ലധികം വർഷത്തോളം അല്ലെങ്കിൽ അവരെ നയിച്ചിട്ട് കനാനിൽ എത്താൻ കുറച്ച് നാളുകൾ മാത്രമുള്ളപ്പോൾ അവരോട് നടത്തുന്ന ഈ പ്രഭാഷണം. എന്നാൽ അവിടെ സങ്കടകരമായി തോന്നാവുന്ന ഒരു വസ്തുതയുണ്ട്. ഈ മോശയ്ക്ക് ദൈവം വാഗ്ദാനം ചെയ്ത പാലും തേനും ഒഴുകുന്ന കനാനിൽ പ്രവേശിക്കാനായിട്ട് കഴിഞ്ഞില്ല. അത് നമ്മൾ കാണുന്നുണ്ട്. സ്വാഭാവികമായി ആരാണെങ്കിലും പറയും, ഇത്രയും വർഷം ഞാൻ ഇവരെ നയിച്ചല്ലോ, അതുകൊണ്ട് ഒരു 10 ദിവസമെങ്കിലും ഈ കനാനിൽ എന്നെ ഒന്ന് പാർപ്പിച്ചിട്ട് നീ വിളിച്ചാൽ യാതൊരു കുഴപ്പമില്ല. പക്ഷെങ്കിൽ നമ്മൾ കാണുന്നത് പിസ്ഗ മലയുടെ മുകളിൽ നിന്നുകൊണ്ട് ദൈവം വാഗ്ദാനം ചെയ്തതായിരിക്കുന്ന കനാനിനെ കണ്ടു എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അവിടെ പ്രവേശിക്കുന്നില്ല.
എന്നാൽ വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു കാര്യം, ഒരിക്കൽ പോലും അവിടെ പ്രവേശിക്കാൻ സാധിക്കാഞ്ഞതിൽ ഒരു പരിഭവമോ ഒരു പ്രയാസമോ ഒരാശങ്കയോ യാതൊരു കുറ്റപ്പെടുത്തലോ മോശയിൽ നിന്നുണ്ടാകുന്നില്ല. വളരെ അതിശയകരമായൊരു കാര്യമാണ്. ഒരിക്കൽ പോലും മോശ പരിഭവിക്കുന്നില്ല അവിടെ പ്രവേശിപ്പിക്കാൻ സാധിക്കാഞ്ഞതിൽ. അങ്ങനെ ഇല്ലെങ്കിലും വളരെ വ്യക്തമായി അവരോട് വ്യക്തമായ ചില ചിന്തകൾ അവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഈ പുസ്തകത്തെ നാം പഠിക്കുകയാണെങ്കിൽ ഈ പുസ്തകത്തെ പ്രധാന 3 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. നമ്മൾ വായിച്ചാലും മനസ്സിലാവും. 1 മുതൽ 4 വരെയുള്ളതായിരിക്കുന്ന അധ്യായങ്ങൾ ലുക്കിംഗ് ബാക്ക്, പുറകോട്ട് തിരിഞ്ഞു നോക്കാനുള്ള ഒരാഹ്വാനമാണ്. നമ്മൾ വീട്ടിൽ ചെന്ന് വായിച്ച് നോക്കിയാൽ അതറിയാം. അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കഴിഞ്ഞ നാളുകളിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണം. 5 മുതൽ 26 വരെയുള്ളതായിരിക്കുന്ന അധ്യായങ്ങൾ ലുക്കിംഗ് അപ്പ്, അതായത് ദൈവത്തിങ്കിലേക്ക് നോക്കാനാണ് പറയുന്നത്. അവിടെ മുഴുവൻ കാണുന്ന ദൈവത്തിങ്കിലേക്ക് അവരുടെ ശബ്ദം ഉയർത്തി ദൈവത്തെ അവർ നോക്കാനായിട്ട്. 27 മുതൽ 33 വരെയുള്ളതായിരിക്കുന്ന അധ്യായങ്ങൾ ലുക്കിംഗ് ഫോർവേഡ്, മുൻപോട്ട് നോക്കാനായിട്ടാണ് പറയുന്നത്. ഇത് വളരെ ശ്രദ്ധേയമാണ്. ഈ പ്രഭാഷണം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണാം, പുറകോട്ട് തിരിഞ്ഞു നോക്കി അവരുടെ വഴികളെക്കുറിച്ച് തിരിഞ്ഞു നോക്കാൻ ആവശ്യപ്പെടുന്നു, ദൈവത്തിങ്കിലേക്ക് നോക്കാനായിട്ട് പറയുന്നു. അതിനുശേഷം മുൻപോട്ട് പോകാനായിട്ട് വ്യക്തമായിട്ട് അവരോട് പറയുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ വേദപുസ്തകത്തിൽ ഈ പുസ്തകത്തിന് നൽകിയിരിക്കുന്ന പേര് ആവർത്തന പുസ്തകം എന്നുള്ളതാണ്. അധികം ആളുകൾ ഈ പേരെങ്ങനാ, ഇതെന്താണ് ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആവർത്തനം എന്ന് പറഞ്ഞാൽ പറഞ്ഞതായിരിക്കുന്ന കാര്യത്തെ ഒന്നുകൂടെ പറയുന്നതിന് ആവർത്തനം എന്ന് പറയുന്നത്. അത് സാധാരണ നമുക്കറിയാവുന്നൊരു വാക്കാണ്. എന്നാൽ അത് എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. ഇംഗ്ലീഷിൽ നമ്മൾ നോക്കിയാൽ ആവർത്തനമൊന്നൊന്നുമല്ല. ഇംഗ്ലീഷിൽ ഡ്യൂട്രോണോമി എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഗ്രീക്ക് സെപ്റ്റോജന്റിൻ്റെ എഴുതിയ വാക്ക് അതാണ് ഉപയോഗിച്ചത്. ഡ്യൂട്രോണോമി എന്ന് പറയുന്നതൊന്നും അല്ല മലയാളത്തിലെ ആവർത്തനം എന്ന് പറയുന്നത്. അതിന് മലയാള പരിഭാഷയൊന്നും അല്ലത്. ഇപ്പം ഈ കാത്തലിക് ബൈബിളിലെ POC ട്രാൻസ്ലേഷനിലാണെങ്കിൽ അവർ നിയമാവർത്തനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ ആവർത്തനം എന്ന് പറയാനായിട്ടുള്ള കാര്യം, ഡ്യൂട്രോണോമി എന്ന് പറയുന്നത് ഡ്യൂട്രോ ആൻഡ് നോമോസ് എന്നാണ്. ഡ്യൂട്രോ എന്ന് പറഞ്ഞാൽ സെക്കൻഡ്, നോമോസ് എന്ന് പറഞ്ഞാൽ ലോ എന്നാണ്. സെക്കൻഡ് ലോ, അതായത് 40 വർഷങ്ങൾക്ക് മുൻപ് ദൈവം നൽകിയതായ നിയമങ്ങളെ ഏകദേശം 1/2 നൂറ്റാണ്ടാകുമ്പോൾ ആ കാലത്തിന് അനുസൃതമായിരിക്കുന്ന രീതിയിൽ പുനർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നതാണ് ഈ ആവർത്തന പുസ്തകം. അതുകൊണ്ട് ഈ പുസ്തകത്തെക്കുറിച്ച് റിസൈറ്റൽ ഓഫ് ദ സേക്രഡ് ഹിസ്റ്ററി, റീഡിങ് ഓഫ് ദ ഡെക്കലോഗ് എന്നൊക്കെ വേദപുസ്തക പഠിതാക്കൾ പറയുന്നത് ശരിയാണത്. അതായത് അന്ന് പറഞ്ഞതായ നിയമങ്ങളെ കാലികമായി വ്യാഖ്യാനിച്ചിരിക്കുന്നു. മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയാം, ഒരു 50 വർഷങ്ങൾക്ക് മുമ്പുള്ളതായിരിക്കുന്ന ഒരു കാര്യം ഇന്നത്തെ നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഷയിലും അവരുടെ രൂപത്തിലും അവർക്ക് മനസ്സിലാകുന്ന ശൈലിയിൽ കൂടെ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. ആക്ഷരികമായിട്ട് ഇതാ സംഭവിച്ചിരിക്കുന്നത്. അന്ന് ദൈവം കൊടുത്തതായിരിക്കുന്ന നിയമങ്ങളെ അവർക്ക് മനസ്സിലാകുന്നതായിരിക്കുന്ന രീതിയിൽ ആവർത്തിച്ചിരിക്കുകയാണ്. ഒന്നുകൂടെ അവരോട് പറയുകയാണ്, റീഡിങ് നടത്തിയിരിക്കുകയാണ്. അത് ഞാൻ ഈ അത്രയും കാര്യം ഒരു പശ്ചാത്തലത്തിൽ പറഞ്ഞതിൻ്റെ കാര്യം, ഇത്രയധികം സമ്പന്നമായ ഒരു പുസ്തകമാണ് ഈ ആവർത്തന പുസ്തകം. വളരെ അർത്ഥപൂർണമായിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഈ വേദഭാഗത്ത് 1 മുതൽ 10 വരെയുള്ള വേദഭാഗത്ത് മോശ പറയുന്ന 4 കാര്യങ്ങൾ, പുതിയ സമൂഹത്തിലേക്ക് പോകുന്നവരോട് പറയുന്ന 4 കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. നമ്മൾ ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലാത്തതായ 2026 നാം പോവുകയാണ്. 25 ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്നു. 26 നാം പോവുകയാണ്. 26 എങ്ങനെയാവുന്നു എന്ന് ആർക്കും പറയാൻ ഒക്കത്തില്ല. ഒരുപക്ഷെ ഈ കലണ്ടറിൻ്റെ പുറകിൽ നമ്മുടെ 26 ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ വേറൊരു മാസികയുടെ പുറകിൽ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കുന്നവരൊക്കെ ചിലപ്പോൾ ശ്രദ്ധിക്കുമായിരിക്കും. അങ്ങനെയൊന്നുമല്ല. നമുക്കറിയാൻ പാടില്ല എങ്ങനെയുള്ള നാളുകളാണ് മുൻപിലുള്ളതെന്നുള്ളത്. അതുപോലെ ഇത് തന്നെയാണ് മോശയും പറയുന്നത്. നിങ്ങൾ ഒരു പുതിയ സ്ഥലത്തേക്ക് പോവുകയാണ്. അവർക്കും അറിയത്തില്ല സ്ഥലം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അറിയാൻ പാടില്ലെങ്കിലും അവരോട് വ്യക്തമായിരിക്കുന്ന ചില കാര്യങ്ങൾ മോശ
ഈ ഭാഗത്ത് പങ്കിടുന്നുണ്ട്. ഞാൻ ഈ ഭാഗത്ത് നിന്ന് 4 കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് പറയുകയാണ്. ഒന്ന്, ലക്ഷ്യത്തെക്കുറിച്ചുള്ളതായ ഒരറിവ് അവർക്ക് നൽകുന്നു, സെൻസ് ഓഫ് ഡയറക്ഷൻ. 8:2 ഇങ്ങനെ വായിക്കുന്നു, നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. You shall remember that God has led you these 40 years in the wilderness. ഇസ്രായേലിന്റെ പുറപ്പാട് നമുക്കറിയാം. അവിടെ ദീർഘമായ നാളുകളുടെ കഷ്ടതകളുടെയും നിലവിളിയുടെയും ഉത്തരമായിട്ടാണ് അവർക്ക് ലഭിക്കുന്നതായിരിക്കുന്ന വിടുതൽ. നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് പുറപ്പാട് പുസ്തകം 3:7, കഷ്ടത കണ്ടു കണ്ടു നിലവിളി കേട്ടു. ചിലർ വായിക്കുമ്പോൾ കഷ്ടത കണ്ടു കണ്ടു നിലവിളി കേട്ടു കേട്ടു എന്ന് പറയും. 2 പ്രാവശ്യം നിലവിളി കേട്ടെന്ന് എഴുതിയിട്ട് 1 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിന് വലിയൊരു അർത്ഥമുണ്ട്. കഷ്ടത അതിൻ്റെ ആഴത്തിൽ ദൈവം മനസ്സിലാക്കി. എന്നാൽ നിലവിളി ദൈവം 1 പ്രാവശ്യമാണെങ്കിലും കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കഷ്ടത കണ്ടു കണ്ടു നിലവിളി കേട്ടു കേട്ടു എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസപൂരിതമായിരിക്കുന്ന അനുഭവങ്ങളിൽ ദൈവം അവരുടെ കഷ്ടത കാണുകയും നിലവിളി കേൾക്കുന്നതിൻ്റെയും വെളിച്ചത്തിൽ അവരെ ദൈവം മരുഭൂമിയിൽ കൂടെ നടത്തുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ മരുഭൂമി എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ അതിൻ്റെ അർത്ഥം കേവലം വരണ്ട ഒരു സ്ഥലം എന്നുള്ളതായ അർത്ഥമല്ല. വേദപുസ്തകത്തിൽ മരുഭൂമി എന്ന് പറഞ്ഞാൽ വരൾച്ചയുടെ പ്രതീകമാണ്, മരണത്തിൻ്റെ പ്രതീകമാണ്, ലക്ഷ്യരാഹിത്യത്തിൻ്റെ പ്രതീകമാണ്. എന്തൊക്കെ നിഷേധാത്മകമായിരിക്കുന്ന അനുഭവങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം പ്രതീകമാണ് മരുഭൂമി. മരുഭൂമിയിൽ ഇവിടെ പല ആളുകളും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്തതായിരിക്കുന്ന ആളുകളൊക്കെയാണല്ലോ. അവർക്കറിയാം മരുഭൂമി എന്താണെന്നുള്ളത്. ഞാൻ ഈ അടുത്ത സമയത്ത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ എന്നെ സഭ നിയോഗിച്ചതനുസരിച്ച് കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ റിയാദിൽ നിന്ന് ദമാമിലേക്ക് ഒരു 5 മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്ത് മരുഭൂമിയിൽ കൂടെ മാത്രമാണ് യാത്ര ചെയ്യുന്നത്. നേരത്തെയും പോയിട്ടുണ്ട്, അത് ഫ്ലൈറ്റിലായിരുന്നു പോയത്. ഇപ്രാവശ്യം ട്രെയിനിലാണ് യാത്ര ചെയ്തത്. ആ സമയത്താണ് യഥാർത്ഥത്തിൽ വേദപുസ്തകത്തിൽ മരുഭൂമി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ഇറങ്ങിയാൽ പിന്നെ മുന്നോട്ട് നോക്കിയാലൊന്നും അറിയത്തില്ല, പുറകോട്ട് നോക്കിയാൽ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ല, തെക്കോട്ട് നോക്കിയാൽ അറിയത്തില്ല, വടക്കോട്ട് നോക്കിയാൽ അറിയത്തില്ല. ലക്ഷ്യമില്ലാത്തതായിരിക്കുന്ന ഒരു ഭൂപ്രദേശമായിട്ട് ഊഷരമായൊരു സ്ഥലം. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന സ്ഥലത്ത് ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം പറയുന്നത് എന്താണെന്നറിയാമോ? അവർ മരുഭൂമിയിലാണ്. അവർക്കൊരു വിലാസമില്ല, അവർക്കൊരു അസ്തിത്വമില്ല, അവർക്കൊരു നിലനിൽപ്പില്ലാത്തതായൊരു സാഹചര്യം. മുന്നോട്ടും പുറകോട്ടും നോക്കിയാൽ എവിടെയാണെന്ന് അറിയാൻ വയ്യാത്ത സാഹചര്യം. അവിടെയാണ് ദൈവം പറയുന്നത്, ഈ മരുഭൂമിയിൽ ഇങ്ങനെയുള്ളതായ സ്ഥാനത്ത് നിന്നെ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം, നോക്കണം. എത്ര പ്രാധാന്യമുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. അതായത് വ്യക്തമായ ഒരു ലക്ഷ്യം നൽകിയാണ് നിങ്ങളെ ഞാൻ മരുഭൂമിയിൽ കൂടെ നയിച്ചത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം. വ്യക്തമായ ഒരു ലക്ഷ്യം നൽകിയാണ് ദൈവം നമ്മളെ നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മളൊരു പക്ഷെങ്കിൽ ചിന്തിച്ചേക്കാം, നമ്മൾ മരുഭൂമിയിലാണ്, അങ്ങോട്ട് നോക്കിയാൽ എന്താണെന്ന് അറിയില്ല, പുറകോട്ട് നോക്കിയാൽ എന്താണെന്ന് അറിയില്ല, മുൻപോട്ട് നോക്കിയാൽ എന്താണെന്ന് അറിയില്ല. പക്ഷെങ്കിൽ ദൈവം നമ്മളെ നയിക്കുമ്പോൾ അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ നമുക്ക് ലക്ഷ്യബോധം നൽകുന്നതായ ദൈവമാണ്. നമുക്കറിയാം, നാം ഇന്ന് ജീവിക്കുന്ന ലോകം ഒരുപാട് പുരോഗതി നേടിയതായ ഒരു ലോകമാണ്. നമ്മുടെ ഭാവനയ്ക്ക് പോലും നിഗമനത്തിൽ എത്താൻ പോലും കഴിയാത്തതായ പുരോഗതി നമ്മൾ നേടിയിട്ടുണ്ട്. 70 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭാരതത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന സർവേപ്പള്ളി രാധാകൃഷ്ണൻ ലോകത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് പറഞ്ഞ പ്രസിദ്ധമായൊരു വാചകമുണ്ട്. ദ വേൾഡ് ബിക്കെയിം എ ഗ്ലോബൽ വില്ലേജ് എന്ന് അദ്ദേഹം പറഞ്ഞു. ലോകം ഒരു ചെറിയ ഗ്രാമത്തെ പോലെയായി. ലോകം പുരോഗമിച്ചപ്പോൾ പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ ആരും അങ്ങനെ പറയത്തില്ല. നമ്മൾ ഇന്ന് പറയുന്നത് ലോകം എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കുന്ന ഫോണിൻ്റെ അകത്താന്ന് പറയും. കാരണം ഭൂമിയുടെ അങ്ങേ കരയിൽ നിൽക്കുന്ന ആളിനോട് നമുക്ക് മുഖത്ത് നോക്കി സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു കൊച്ചു ഗ്രാമത്തെ പോലെ അല്ല ഇരിക്കുന്നത്. ലോകം ഇന്ന് നമ്മുടെ കൈപ്പിടിയിലായിരിക്കുക. ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്കറിയാൻ പാടില്ല.
എന്നാൽ ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന പുരോഗതി ലോകത്തിലുണ്ടായെങ്കിലും ലോകത്തിന് ലക്ഷ്യം നഷ്ടപ്പെട്ടതായ ഒരവസ്ഥാവിശേഷം കാണുന്നുണ്ട്. ഒത്തിരി പുരോഗമിച്ചു. മനുഷ്യൻ ചിന്ത ഭാവനയ്ക്ക് അപ്പുറമായ രീതിയിൽ അവൻ വളർന്നു. ഏറ്റവും ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥനയിലൊക്കെ പറഞ്ഞു, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്ന ആളുകൾ. ശരിയാണ്. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? വ്യക്തമായി പറയട്ടെ, ജീവിതത്തിൻ്റെ ലക്ഷ്യം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. മലയാള സാഹിത്യത്തിലെ വളരെ അനുഗ്രഹീതനായ ഒരു കവിയായിരുന്നു ചങ്ങമ്പുഴ. അദ്ദേഹം എഴുതിയ കവിത അദ്ദേഹം തന്നെ MA-ക്ക് പാഠപുസ്തകമായി പഠിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾ ആരെങ്കിലും അങ്ങനെ പഠിക്കുന്നുണ്ടോ? ആരാണ്ടെന്നോ എഴുതിയ കവിതയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എഴുതിയ കവിത അദ്ദേഹത്തിന് MA-ക്ക് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ആയിരുന്നു. അത്ര ഉന്നതനായിരിക്കുന്ന ആളാണ്, അത്ര പ്രഗത്ഭനായിരിക്കുന്ന ആളാണ്. പക്ഷെങ്കിൽ യൗവനത്തിൽ തന്നെ മധ്യ ഗ്ലാസിൽ മുങ്ങി മരിച്ച ഒരു കവിയാണ് ചങ്ങമ്പുഴ. ചങ്ങമ്പുഴയെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ചങ്ങമ്പുഴയുടെ ജീവിതം അങ്ങനെയായിരുന്നു. ചങ്ങമ്പുഴ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഒരു കവിതയുണ്ട്. എന്താണ് ഈ ജീവിതം? അവ്യക്തം സുന്ദരമായൊരു വളകിലുക്കം, സംഗീത ദ്വന്ദ്വലം നൈമിഷികോജ്വലം, ശൂന്യം പിന്നെയോ പരമശൂന്യം. ജീവിതത്തെക്കുറിച്ച് പറയാം. ശൂന്യമാണ്, പിന്നെയോ പരമശൂന്യമാണ്. എല്ലാം ശൂന്യമാണ്. നോക്കണം, ഉന്നതനായ ഒരു കവിയാണ്, എത്ര പ്രഗത്ഭനായിരിക്കുന്ന ആളാണ്. പക്ഷെ പറയുന്നു വെറും ശൂന്യതയാണ് ജീവിതം. അപ്പോൾ ശൂന്യതയാണെങ്കിൽ പിന്നീട് ഈ ജീവിതം അങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. എത്ര സങ്കടകരമായൊരു അനുഭവം. നമ്മുടെ കേരളത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരു സിനിമ ഇറങ്ങിയിരുന്നു. ആ സിനിമയുടെ പേര് എലിപ്പത്തായ എന്നാണ്. ആർട്ട് ഫിലിമാണത്. അദ്ദേഹം പറയുന്ന മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ എലിപ്പത്തായത്ത് വീണ എലിയെ പോലെയാ. എലി രാത്രി വീണപ്പോൾ നേരം വെളുക്കുന്നവരെ അതിനകത്ത് വെച്ചതായിരിക്കുന്ന തീറ്റയെ തിന്നുകൊണ്ടിരുന്നു. പക്ഷെ യാതൊരു വിധത്തിലും അതിന് ലക്ഷ്യമില്ല. നേരം വെളുക്കുമ്പോൾ ചാവുക. മനുഷ്യ ജീവിതം ഇങ്ങനെയാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണോ മനുഷ്യ ജീവിതം? കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ ഒരു പ്രസിദ്ധമായ പുസ്തകം ഇറങ്ങി. ഡെറിക് ഹംഫ്രി എന്ന് പറഞ്ഞ ആൾ എഴുതിയതാണ്. ആ പുസ്തകത്തിൻ്റെ പേര് ദ ഫൈനൽ എക്സിറ്റ് എന്നാണ്. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? എങ്ങനെ സുഖമായി ആത്മഹത്യ ചെയ്യാമെന്ന്. എങ്ങനെ സുഖമായിട്ട് ആത്മഹത്യ ചെയ്യാം. ആ പുസ്തകം നിരോധിച്ചു. അതായത് ജീവിതത്തിന് ലക്ഷ്യം നഷ്ടപ്പെട്ടതായിരിക്കുന്ന ഒരു സാഹചര്യം. ഇത് നിസ്സാരമായിരിക്കുന്ന ഒരു കാര്യമല്ല. പുരോഗതി നേടിയ ലോകം, അവിടെ ദൈവം നടത്തിയ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ലോകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ അറിയണം. നമ്മുടെ കേരളത്തിൽ DGP ആയിരുന്ന സിബി മാത്യു സാറിൻ്റെ ഒരു പുസ്തകമുണ്ട്, മലയാളി ഇങ്ങനെ മരിക്കണോ എന്ന പുസ്തകത്തിൻ്റെ പേര്. നിങ്ങളൊന്ന് വായിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ വായിക്കുന്നത് നല്ലതാണ്. മലയാളി ഇങ്ങനെ മരിക്കണമോ? കേരളത്തിലെ ആത്മഹത്യയെക്കുറിച്ചുള്ളതായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പഠനമാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ആത്മഹത്യ വിമുക്തരായിരിക്കുന്ന ആളുകളുടെ ഇടയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം തന്നെ ഗവേഷണ പഠനം നടത്തിയ അദ്ദേഹം ഈ പുസ്തകത്തിൽ മതം തിരിച്ച് മനുഷ്യൻ്റെ വിഭാഗീയ, അതായത് അവർ വിദ്യാഭ്യാസം തിരിച്ചൊക്കെ കേരളത്തിലെ ആത്മഹത്യയെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് കേരളം ഒത്തിരി നല്ല രാജ്യമാണ്, ഒത്തിരി പുരോഗതി ഉണ്ടായ രാജ്യമാണ്. പക്ഷെങ്കിൽ ആത്മഹത്യയുടെ കാര്യത്തിൽ കേരളം മുൻപിലാണ്. മദ്യാസക്തിയുടെ കാര്യത്തിൽ കേരളം മുൻപിലാണ്. മയക്കുമരുന്നുകളുടെ കാര്യത്തിൽ കേരളം മുൻപിലാണ്. ഇത് നിസ്സാരമായി കരുതേണ്ട ഒന്നല്ല. ഞാൻ ഒരിക്കൽ കോട്ടയത്ത് വെച്ച് സിറിയക് തോമസ് സാറ് പ്രസംഗിക്കുന്നത് കേട്ടു. ഗോഡ്സ് ഓൺ കൺട്രിയാണ് നമ്മുടെ കേരളം. ശരിയാ, ദൈവത്തിൻ്റെ സ്വന്തം നാട്. ലോകത്തിൽ ഒരു രാജ്യത്തിനും അങ്ങനെ ഒരു പേരില്ല. പക്ഷെ അദ്ദേഹം അടുത്തൊരു വാചകം പറഞ്ഞു, ഗോഡ്സ് ഓൺ കൺട്രി ആണെങ്കിലും ഡെവിൾസ് ഓൺ പീപ്പിൾ ആണെന്ന്. പിശാചിൻ്റെ ആളുകളാണ്. നമ്മളെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അതാണ് ഇനിയിപ്പോൾ ശ്രദ്ധേയമായ കാര്യം, ഏറ്റവും കൂടുതൽ മദ്യം കൺസ്യൂം ചെയ്യുന്ന ഭാരതത്തിലെ ഒരു സംസ്ഥാനം നമ്മുടെ രാജ്യമാണ്, നമ്മുടെ കേരളമാണ്. ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നതായിരിക്കുന്ന രാജ്യം നമ്മുടെ കേരളമാണ്. മറ്റിടത്ത് ഒരു പക്ഷേ കണക്കൊന്നും അത്ര ഇല്ലായിരിക്കാം, പക്ഷേ കണക്കെടുത്ത് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകൾക്ക് വിധേയമാവുന്നതായിരിക്കുന്ന രാജ്യം നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രിയിലാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഡെവിൾസ് ഓൺ പീപ്പിൾ ആണെന്ന്. സത്യമല്ലേ?
കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പത്രവാർത്തയിലും ടി വിയിലും ഒക്കെ കണ്ട ഒരു വാർത്തയുണ്ട്. വർഷങ്ങളുടെ റെക്കോർഡ് ഭേദിച്ച മദ്യ വിൽപ്പനയാണ് ക്രിസ്മസിന് മുൻപ് നടന്നത്. എനിക്ക് സങ്കടമുള്ള ഒരു കാര്യം, കേരളത്തിൽ മദ്യവിൽപ്പന നടന്നെന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ക്രിസ്മസിന് മുമ്പെന്ന് പറഞ്ഞത് നമ്മളെ കളിയാക്കി പറഞ്ഞ കേട്ടോ. എത്ര സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. ക്രിസ്മസിന് മുമ്പ് വലിയ മദ്യവിൽപ്പനയാണ് നടന്നതെന്ന്. ഇവിടെ 19 കോടിയുടെ വർധനമാണ് ഉണ്ടായത് നമ്മുടെ കൊച്ചു കേരളത്തിൽ. എന്ത് ദുഃഖകരമായിരിക്കുന്ന ഒരു അനുഭവമാണിത്. ഞാൻ എൻ്റെ കോട്ടയത്തെ ഇടവക ശുശ്രൂഷയുടെ അവസാന ഘട്ടങ്ങളിൽ നമ്മുടെ ജൂബി കൊച്ചമ്മയുടെ പള്ളിയിലെ വികാരിയായിരുന്നു. കോട്ടയം മാങ്ങാനം ചെമ്മരപ്പള്ളി ഇടവകയിലായിരുന്നു. ആ ക്യാമ്പസിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതിൽ പാഴ്സനേജിൻ്റെ അടുത്തുള്ള ഒരു സ്ഥാപനയാണ് മോചന എന്ന് പറയുന്നതായ ഡി അഡിക്ഷൻ സെൻറ്റർ. ഞാൻ അതിനടുത്ത ആളായതുകൊണ്ട് ഞാൻ ഈ മദ്യാസക്തി ചികിത്സയിൽ പരിശീലനം നേടുകയോ അതിൻ്റെ ചികിത്സകനൊന്നുമല്ല. പക്ഷെങ്കിൽ അതിനടുത്ത് താമസിച്ച പാഴ്സനേജിനോട് ചേർന്നുള്ള അച്ഛനായതുകൊണ്ട് ഞാൻ ഈ മദ്യാസക്തി ചികിത്സയ്ക്ക് വന്നതായിരിക്കുന്ന ആളുകളിൽ 99 അല്ല 100% ആളുകളെയും ഏതെങ്കിലും ഒരു അവസരത്തിൽ എനിക്ക് കാണാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഒന്നുകിൽ ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ ഒരു ക്ലാസ്, അല്ലെങ്കിൽ ഒരു ധ്യാനം, എന്തെങ്കിലും കാര്യം, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു പ്രത്യേക മീറ്റിംഗ്. ഞാൻ അവിടെ മനസ്സിലാക്കിയ ഒരു സത്യം പറയാം. ഞാൻ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ഒറ്റ ക്രൈസ്തവ സഭാ വിഭാഗത്തിന് ചങ്കൂറ്റമില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ മദ്യാസക്തരായിരിക്കുന്ന ആളുകൾ ഇല്ലെന്ന് പറയാൻ. ഒറ്റ സഭയ്ക്കില്ല. ഞാൻ ധരിച്ചത് ചിലരൊന്നും കുടിക്കുകയല്ലെന്നാണ്. അപ്പം മനസ്സിലായത് നമ്മളെക്കാൾ വലിയ കുടിയന്മാരാണ്. ഒറ്റ ആളുകൾക്കില്ല. ആ കാരണം അവിടെ പേരും സഭയും മതവും ജാതി എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെന്നാൽ കാണിക്കത്തൊന്നുമില്ല. അതിന് 1 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ. മാങ്ങാനത്ത് തന്നെ മറ്റൊരു സ്ഥാപനമുണ്ട്, ട്രാഡ. മാർത്തോമാ CSI കാത്തലിക് ചർച്ചൊക്കെ ചേർന്ന് ഒന്നിച്ച് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ജോവാൻ ചുങ്കപ്പര നേതൃത്വം കൊടുക്കുന്നതായിരിക്കുന്ന ട്രാഡയിൽ നിങ്ങളിപ്പോൾ ചെന്നാൽ ഒരു 3 നില കെട്ടിടം ഉയർന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നാൾ പ്രവർത്തിച്ച ആളാണ്. ആ 3 നില എന്തിനാണെന്നറിയാമോ? സ്ത്രീകളുടെ ഇടയിലെ മദ്യാസക്തിക്ക് വേണ്ടി ചികിത്സിക്കാനുള്ള സ്ഥലമാണ്. മോചന സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നില്ലായിരുന്നു, ഇപ്പം സ്ത്രീകൾക്കും പ്രവേശനം കൊടുത്തു. ജോവാൻ ചുങ്കപ്പരയുടെ കണക്ക് പറയുന്നത് മദ്യാസക്തിയിൽ പുരുഷന്മാരെക്കാൾ കവച്ചു വെക്കുന്ന സംഖ്യയിലേക്ക് സ്ത്രീകളുടെ സംഖ്യ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പണ്ട് സ്ത്രീകൾ മോരും വെള്ളവും കാപ്പി വെള്ളവും ചായയൊക്കെ കുടിക്കത്തില്ല. അതുകൊണ്ട് പുരുഷന്മാർക്കേ ഉള്ളായിരുന്നു ഒരു പേര്, കുടിയൻ എന്നൊരു പേര്. സ്ത്രീകൾക്ക് പേരേ വേണ്ടായിരുന്നു. കാരണം അവർ ഈ വെള്ളം കുടിക്കുന്നവരെ കുടിയൻ എന്ന് പറയാനൊക്കത്തില്ല. അതുകൊണ്ട് സ്ത്രീലിംഗം പോലും ഇല്ലായിരുന്നു. ഒരിക്കൽ ഞാനത് വർത്താനം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, സിസ്റ്റർ ഞങ്ങളുടെ കല്യാണത്തിന് പറയും നീ കുടിച്ചില്ലല്ലോ അവളെ കുടിപ്പിക്കണം. ഞാനിത് നിസ്സാരം കണക്കല്ല പറഞ്ഞു, നിങ്ങൾക്ക് ചോദിക്കാൻ വേണമെങ്കിൽ. മദ്യാസക്തരായിരിക്കുന്ന സ്ത്രീകളുടെ സംഖ്യ കേരളത്തിൽ വർദ്ധിച്ചിരിക്കുന്നു. ആധികാരികമായിരിക്കുന്ന കണക്ക് അവിടെയുണ്ട്. ഇതെന്താ നമ്മുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നത്? നമ്മുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നത് ലക്ഷ്യം നഷ്ടപ്പെട്ടതായ മനുഷ്യൻ്റെ ഒരു ചിത്രമാണ്. ഇപ്പം പല ആളുകളെ കുറിച്ചൊക്കെ നമ്മളിപ്പം പറഞ്ഞു, ചങ്ങമ്പുഴയെക്കുറിച്ചും അങ്ങനെയൊക്കെ പറഞ്ഞു. ഇനി ഞാൻ ലക്ഷ്യം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് പറയാം, ഒരു മർത്തോമാക്കാരനെ കുറിച്ച് പറയാം. സിനിമയുടെ ചരിത്രം എഴുതുകയാണെങ്കിൽ ഒരിക്കലും വിട്ടുകളയാനാവാത്ത ഒരു വ്യക്തിത്വമാണ് ജോൺ എബ്രഹാം. അദ്ദേഹത്തിൻ്റെ ആർട്ട് ഫിലിംസ് എല്ലാമാണ്. ഞാൻ ചെട്ട്പെട്ട് മർത്തോമാ ഇടവകയുടെ കൺവെൻഷന് പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ കോടമ്പാക്കത്ത് ഒരാഴ്ച താമസിച്ചു. അപ്പോൾ ഈ ജോൺ എബ്രഹാമിൻ്റെ സഹോദരിയുടെ വീട്ടിൽ താമസിച്ചപ്പോൾ ജോൺ എബ്രഹാമിനെ കുറിച്ച് എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സഹോദരി അമ്മാളിപ്പോൾ റാന്നി വൈക്കത്ത് താമസിക്കുന്നുണ്ട്. അപ്പോൾ ജോൺ എബ്രഹാം നല്ല ഒരാളായിരുന്നു, അച്ഛനോടൊപ്പം അസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെങ്കിൽ ജീവിതം മുൻപോട്ട് പോയ അവസരത്തിൽ അദ്ദേഹം കണ്ടുപിടിച്ച ഒരു കാര്യം, ഈ ജീവിതം എന്ന് പറയുന്നതെല്ലാം ലക്ഷ്യമില്ലാത്ത ഒന്നാണ്. ലക്ഷ്യരാഹിത്യമുണ്ടായി. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വളരെ പ്രശസ്തമായ രീതിയിൽ ഇന്ന് വരെ ജോൺ എബ്രഹാമിൻ്റെ ഗോൾഡ് മെഡൽ ആരും ഖണ്ഡിച്ചിട്ടില്ല. അത്ര വിദഗ്ധനായിരിക്കുന്ന ആളാണ്.
അതിൻ്റെ ചിത്രമെല്ലാം അതാണ്. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു നല്ല രംഗത്തിലേക്ക് വന്നപ്പോൾ ജീവിതം ലക്ഷ്യമില്ലാത്തതാണെന്ന് അദ്ദേഹം സ്വയം തീരുമാനിച്ചിട്ട് മദ്യാസക്തനായി മാറി. തികഞ്ഞ മദ്യാസക്തനായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളുണ്ടായി. അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് ഡോക്ടർ ബി ഇക്ബാൽ എഴുതിയ ഒരു ഭാഗം മനോരമയിൽ വന്നിരുന്നു. ഞാനത് വെട്ടിയെടുത്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു നീണ്ട ഉടുപ്പുമെല്ലാം ഇട്ട് താടിയെല്ലാം വളർത്തി മദ്യാസക്തനായ ഒരു കെട്ടിടത്തിൻ്റെ മൂലം താഴെ വീണു. അന്ന് ഡോക്ടർ ഇക്ബാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, രാത്രിയിൽ അവിടെ കൊണ്ടുവന്ന് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല ഇത് ജോൺ എബ്രഹാം ആണെന്നുള്ളത്. നേരം വെളുത്ത് മരിച്ചു കഴിഞ്ഞാണ് ജോൺ എബ്രഹാം ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. എത്ര സങ്കടകരമായിരിക്കുന്ന ഒരവസ്ഥ. ജീവിതത്തിന് ഒരു ഉന്നതനായിരിക്കുന്ന ആളാണ്, പക്ഷെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നഷ്ടപ്പെട്ടു പോയി. ഈ ലക്ഷ്യബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ദൈവവുമാണ് ഒരു ബന്ധം ജീവിതത്തിൽ ഉണ്ടാകാതെ ലക്ഷ്യബോധം ഉണ്ടാകത്തില്ല. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മളൊരു സംഭവം വായിക്കുന്നുണ്ട്. അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്നും പരിത്യജിക്കപ്പെട്ട സാറയുടെ ദാസിയായ ഹാഗറും അവളുടെ മകൻ ഇസ്മായേലും ഒരു തുരുത്തി വെള്ളവും ഏതാനും അപ്പക്കഷണങ്ങളുമായിട്ട് വ്യക്തമായി വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, മരുഭൂമിയിലേക്ക് വിട്ടു എന്നാണ്. അല്ലാതെ നല്ലൊരു ഹൈവേയിൽ പൈസയും കൊടുത്ത് ടിക്കറ്റും കൊടുത്ത് അവരെ എടുത്തു കൊടുത്ത് വിട്ടെന്നല്ല എഴുതിയേക്കുന്ന, മരുഭൂമിയിൽ വിട്ടെന്നാണ്. അപ്പോൾ മരുഭൂമിയിൽ വിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മരുഭൂമിക്കുണ്ട്. വെള്ളം തീർന്നു, അപ്പക്കഷണങ്ങളും തീർന്നു. ഹാഗറും ഇസ്മായേലും മരിക്കാൻ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന അവസരത്തിൽ ഹാഗർ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, സാറയുടെ ദാസിയായ ഹാഗറെ, നീ എവിടെ നിന്ന് വന്നു, നീ എവിടേക്ക് പോകുന്നു? എന്തോ ചോദ്യമായത്. ദൈവത്തിന് അറിയില്ല എവിടുന്നാ വന്നെന്നും എവിടേക്കാ പോകുന്നു എന്നുള്ളതും. വേണേ ഹാഗറിന് പറയാം, നിന്റെ സ്നേഹിതനായിരിക്കുന്ന അബ്രഹാമിൻ്റെ വീട്ടിൽ ഞാൻ കുറച്ച് പണി ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഫലമായി ഇപ്പോൾ എനിക്ക് പറ്റിയെന്ന് പറയാം. പക്ഷെ അങ്ങനൊന്നും പറയുന്നില്ല. അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഹാഗറിനോട് പറയുന്നുണ്ട്, നീ കണ്ണ് തുറന്ന് നോക്കിയാൽ നിനക്കൊരു നീരുറവ് കാണാം. അവൾ കണ്ണു തുറന്ന് നോക്കി, നീരുറവ് കണ്ടു, അതിൽ നിന്ന് കോരി കുടിച്ചു. അവളുടെ മകൻ വില്ലാളിയായിട്ട് തീർന്നു. അവൾ പ്രാർത്ഥിക്കാനായിട്ട് കണ്ണടച്ചപ്പോൾ അവിടെ ഒരു നീരുറവുണ്ടായെന്ന് എഴുതിയിട്ടില്ല. നീരുറവിന്റെ കരിയിലാണ് നീരുറവ് കാണാതെ കിടന്നത്. ദൈവം അവളുടെ കണ്ണ് തുറന്നപ്പോഴാണ് അവൾക്ക് നീരുറവ് കാണാനായിട്ട് സാധ്യമായത്. ദൈവം കണ്ണു തുറന്നപ്പോഴാണ് ഈ മരുഭൂമിയിൽ അവൾക്ക് ലക്ഷ്യം കണ്ടെത്താനായിട്ട് കഴിഞ്ഞത്. അല്ലാതെ സാധ്യമല്ല. യാക്കോബ് ഓടുന്നുണ്ട് തൻ്റെ ഭവനത്തിൽ നിന്ന്. പെനിയേലിൽ വെച്ച് നമ്മൾ കാണുന്നുണ്ട്. പെനിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഫേസ് ഓഫ് ഗോഡ് എന്ന, ദൈവത്തിൻ്റെ മുഖമെന്ന. പെനിയേലിൽ ദൈവത്തെ കണ്ടു കഴിഞ്ഞ് യാക്കോബിൻ്റെ വീക്ഷണങ്ങൾ മുഴുവൻ മാറി. വ്യത്യസ്തനായിട്ട് അവൻ പോകുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് യേശുവിനെ കണ്ടെത്തുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. എന്നാൽ യേശുവിനെ കണ്ടെത്തിയ ജീവിതത്തെക്കുറിച്ച് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, എനിക്ക് യേശു ക്രിസ്തുവാണ് എല്ലാം. ക്രിസ്തുവേശുവിൽ കൂടെ ജയം നൽകുന്ന ദൈവത്തിൻ്റെ സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം മധ്യസ്ഥ പ്രാർത്ഥനയിൽ പറഞ്ഞല്ലോ, യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാർ. ഇതിന് വലിയ അർത്ഥമുണ്ട്. യെരുശലേം എന്ന് പറഞ്ഞാൽ സിറ്റി ഓഫ് പീസ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം, സമാധാനത്തിന്റെ നഗരം. എമ്മൗസ് എന്ന് പറഞ്ഞാൽ ഹോട്ട് സ്പ്രിങ്സ് എന്നാണ്. അപ്പോൾ സമാധാനത്തിൽ നിന്നും ചൂട് നീരുറവയിലേക്കാണ് അവർ പോകുന്നത്. അവരോടുകൂടെ ഒരു സഹയാത്രികനായ യേശു ക്രിസ്തു കൂടി. യേശു അവരോട് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെ ഈ പ്രശ്നം? അവർ പറഞ്ഞു, നീ മാത്രം ഇതൊന്നും അറിഞ്ഞില്ലേ? നീ എവിടുത്തുകാരനാണ്? ഞങ്ങളാണെങ്കിൽ അവൻ്റെ പുറകാലെ കൂടിയതാ. ഞങ്ങളുടെ ജോലിയും കളഞ്ഞു, വള്ളവും കളഞ്ഞു, വലയും കളഞ്ഞു, എല്ലാം കളഞ്ഞു. അവനിപ്പോൾ രാജാവ് വന്നുകൊണ്ട് പോയി. ഞങ്ങളിപ്പോൾ അന്തരാളത്തിലായി. ഞങ്ങൾക്ക് ജീവൻ നിലനിർത്താൻ ഞങ്ങൾ എങ്ങോട്ടോ ഓടുവാണെന്ന് പറഞ്ഞു. സന്ധ്യ വരെ അവർ യാത്ര ചെയ്തു. സന്ധ്യയായപ്പോൾ അവർ യേശുവിനോട് പറഞ്ഞു, നേരം വൈകി അസ്തമിപ്പാറായല്ലോ, ഞങ്ങളോടുകൂടെ പാർക്കാൻ വരണം. യേശു പാർക്കാൻ ചെന്നു. അവിടെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പം നുറുക്കി അവിടെ കണ്ണ് തുറന്നു. യേശുവിനെ അവരറിഞ്ഞു.
ഞാനത് വായിക്കുമ്പോൾ എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, ആ രാത്രിയിൽ തന്നെ അവർ മടങ്ങി യെരൂശലേമിൽ ചെന്ന് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചു, മറ്റുള്ളവരോട് പറഞ്ഞു. നോക്കണം, ഭീതിയുണ്ടായിരുന്ന ആളുകൾ, ലക്ഷ്യമില്ലാത്തതായിരിക്കുന്ന ആളുകൾ, അവരുടെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ടായത് യേശു ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോഴാണ്. ഞാനിത് പറയാൻ ആഗ്രഹിച്ചതുമായ കാര്യം അതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യരാഹിത്യം അവസാനിപ്പിക്കപ്പെടണമെങ്കിൽ യേശുവുമായുള്ള ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, ഈ മരുഭൂമിയിൽ നിങ്ങളെ ലക്ഷ്യബോധത്തോടുകൂടെ നയിച്ചത് ഞാനാകുന്നു. ഈ 40 സംവത്സരം നിങ്ങളെ നടത്തിയ വിധം നിങ്ങൾ ഓർക്കണം. നാം ആരായിക്കൊള്ളട്ടെ, നാം എന്തായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം നൽകുന്നതായ ദൈവത്തെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. രണ്ടാമതായിട്ട് നാം കാണുന്നത് ദൈവിക കരുതലിനെ ഓർമ്മിപ്പിക്കുന്നു. സെൻസ് ഓഫ് പ്രോവിഡൻസ്. നീ നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് ഞാൻ നിങ്ങളെ പോഷിപ്പിച്ചു. 8:3. ഇസ്രായേൽ മക്കളുടെ യാത്ര നമുക്കറിയാം. നേരത്തെ അവരോട് പറഞ്ഞില്ല നമ്മൾ പോകുമെന്നുള്ളത്. പെട്ടെന്നാണ് പറയുന്നത്, നമുക്ക് ഈ രാത്രിയിൽ തന്നെ പോകണം. അവർ പിറ്റേ ദിവസത്തേക്കുള്ളതായിരിക്കുന്ന മാവ് കുഴച്ചു വെച്ചു. പക്ഷേ ആ മാവ് പുളിക്കുന്നതിന് മുമ്പേ അപ്പം ഉണ്ടാക്കി ആ അപ്പം കഴിച്ചുകൊണ്ടാണ് ഇറങ്ങിയത്. അവരുടെ യാത്ര തുടരുകയാണ്. നേരം വെളുക്കാറായപ്പോഴേക്കും അവർ എത്തിച്ചേർന്നത് നമുക്കറിയാം, ചെങ്കടലിന്റെ മുമ്പിലാണ്. പുറകിൽ ഫറവോന്റെ സൈന്യം, മുൻപിൽ ചെങ്കടൽ. എന്താ ചെയ്യാൻ സാധിക്കുന്നത്? മോശ ചിന്തിച്ചു, ദൈവമേ, ഞാൻ ഈ ജനതയെ കൊണ്ട് ഇറങ്ങി തിരിച്ചു, ഇപ്പൊ ഞാൻ ആ പാട് അവതാളത്തിലായല്ലോ, എങ്ങനെ ഇവരെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും? മോശ അവിടെ വിഷമിക്കുമ്പോൾ അത്ഭുതകരമായ ചെങ്കടൽ വിഭജിച്ച് അവരെ അക്കരെ എത്തിച്ചു. ദൈവത്തിന്റെ കരുതലാണ് ഞാനിവിടെ പറയാൻ വരുന്നത്. അവർ അക്കരെ കടന്നപ്പോൾ ദാഹിച്ചു. വെള്ളം കുടിക്കാനായിട്ട് ചെന്നപ്പോൾ വെള്ളം മാറായുടെ അനുഭവമുള്ള വെള്ളമാണ്, കയ്പുള്ള വെള്ളം. ദൈവം ആ വെള്ളത്തെ മധുരമുള്ള വെള്ളമാക്കി തീർത്തു. അല്പം കൂടെ കഴിഞ്ഞപ്പോഴാണ്, വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് വിശപ്പിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടായത്. അവിടെ പറയുകയാണ്, നീ നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് ഞാൻ നിങ്ങളെ പോഷിപ്പിച്ചു. അല്പം കൂടെ മുൻപോട്ട് പോയപ്പോഴാണ് അവർ പറഞ്ഞത്, അപ്പവും കിട്ടി, വെള്ളവും കിട്ടി, പക്ഷെങ്കിൽ ഞങ്ങൾ എത്ര നാളായി ശകല ഇറച്ചി കഴിച്ചിട്ട്, ഞങ്ങളുടെ ഇറച്ചി കലത്തിൻ്റെ അരികിൽ ഇരുന്നാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. ദൈവം കാടപ്പക്ഷിയെ കൊടുത്തു. അല്പം കൂടെ മുൻപോട്ട് പോകുമ്പോഴാണ് അവർക്ക് മരുഭൂമിയിലുള്ള യാത്ര വളരെ വിഷലിപ്തമായ ജന്തുക്കളൊക്കെ ഉള്ളതാണ്. ഒരു എറുമ്പ് പോലും കടിച്ചാൽ മരുഭൂമിയിലെ എറുമ്പ് അപകടകാരിയാണ്. വിഷദംശനത്തിൽ നിന്നും അവരെ അത്ഭുതകരമായിട്ട് വിടുവിച്ചു. നോക്കണം സെൻസ് ഓഫ് പ്രോവിഡൻസ് എങ്ങനെയാണെന്നുള്ളത്. അവിടെയാണ് ദൈവത്തിൻ്റെ കരുതൽ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞും അറിയാതെയും അനുഭവിക്കുന്ന സകലതും ദൈവത്തിൻ്റെ കരുതലാണ്. ദൈവികമായ കരുതലല്ലാതെ നമ്മുടെ ജീവിതത്തിൽ യാതൊന്നുമില്ല. ഇന്ന് രാവിലെ എഴുന്നേറ്റ് നാം ഇവിടം വരെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ കരുതലാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ കരുതൽ മറക്കുന്ന സ്വഭാവമുള്ള ആളുകളാണ്. അത് വിസ്മരിക്കും. യേശു ക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഒരു ഉപമ പറയുന്നുണ്ട്. ഒരു മനുഷ്യന്റെ വിളവ്, ഒരു നല്ല കർഷകനാണ്, അവൻ്റെ വിളവൊക്കെ നല്ലപോലെ വർദ്ധിച്ചു. പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ അവൻ ഉപയോഗിച്ചു. നല്ലപോലെ അവൻ വിളവ് വർദ്ധിപ്പിച്ചു. ആ മനുഷ്യന് പുതിയ കളപ്പുരകളൊക്കെ പണിതു. വിളവൊക്കെ വർദ്ധിച്ചപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ എന്നോട് തന്നെ തിന്നുക, കുടിക്കുക, ആശ്വസിക്കാം. പക്ഷെ യേശു ക്രിസ്തു ആ മനുഷ്യനെക്കുറിച്ച്, നല്ല മനുഷ്യനെക്കുറിച്ച്, അയാൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് എഴുതിയിട്ടില്ല, പള്ളി വഴക്കുണ്ടാക്കിയെന്ന് എഴുതിയിട്ടില്ല, അയാൾ സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കിയെന്ന് എഴുതിയിട്ടില്ല, തൊഴിൽ പ്രശ്നം ഉണ്ടാക്കിയത്, അയാളുടെ കൃഷിസ്ഥലത്ത് ഉണ്ടാക്കിയെന്ന് എഴുതിയിട്ടില്ല, അയൽക്കാരുമായിട്ട് പ്രശ്നം ഉണ്ടായെന്ന് എഴുതിയിട്ടില്ല. നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പെർഫെക്റ്റ് മാൻ. പക്ഷേ യേശു അവനെ വിളിക്കുന്നത് എന്താണെന്ന് യു റിച്ച് ഫൂൾ എന്നാണ് വിളിക്കുന്നത്, ധനവാനായ വിഡ്ഢി എന്നാണ് വിളിക്കുന്നത്. യേശുവിന് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അസൂയ കൊണ്ട് വിളിച്ചതാണോ? അല്ല. നമ്മളെ ഉപമ വളരെ ശ്രദ്ധേയമായ ഉപമയാണ്. ആ ഉപമ പഠിച്ചാൽ നമുക്കറിയാം, അവിടെ ഒരിക്കൽ പോലും ആ മനുഷ്യന്റെ വായിൽ നിന്ന് ദൈവമെന്നൊരു വാക്ക് വന്നിട്ടില്ല. ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല, ദൈവമേ
മഴയുണ്ടാകുമെന്ന് ചിന്തിച്ചതാണ്, പക്ഷേ മഴ പെയ്യാതെ നെല്ലും ഗോതമ്പും എല്ലാം ഉണങ്ങാൻ സാധിച്ചല്ലോ എന്ന് പറഞ്ഞിട്ടില്ല. ഈ പ്രാവശ്യത്തെ കൃഷിക്ക് ആവശ്യമായിരിക്കുന്ന അനുകൂല കാലാവസ്ഥയെ ദൈവമേ നീ നൽകിയെന്ന് പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും ദൈവം അവൻ്റെ വായിലില്ലായിരുന്നു. അത് മാത്രമല്ല, ഒരിക്കൽ പോലും മറ്റുള്ളവരും അവൻ്റെ നാവിലില്ലായിരുന്നു. രാവിലെ കാപ്പി ഉണ്ടാക്കി, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, ഉച്ചയ്ക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന ഭാര്യ പോലും അവൻ ഒന്ന് റെഫർ ചെയ്യുന്നില്ല. എന്ത് സങ്കടമാണ്! അവൻ്റെ പരാജയത്തിൻ്റെ മുഴുവൻ കാരണവും യേശു പറയുന്നുണ്ട് ഒറ്റ വാചകത്തിൽ. He was not rich in godly things. ദൈവ വിഷയമായി അവൻ എന്തായിരുന്നില്ല? സമ്പന്നനായിരുന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങളിലും അവൻ സമ്പന്നനായിരുന്നു. പണത്തിൽ, കഴിവിൽ, സാങ്കേതിക വിദ്യയിൽ, അറിവിൽ, വിജ്ഞാനത്തിലൊക്കെ അവൻ ഉന്നതനായിരുന്നു. പക്ഷെങ്കിൽ ദൈവവിഷയമായി അവൻ സീറോ ആയിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നുണ്ട്, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാണ്? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ കരുതലിനെ നാം മറക്കരുത്. ദൈവികമായ കരുതലിൽ വിശ്വസിക്കുവാനായിട്ട് സാധിക്കണം. ദൈവികമായ കരുതലിൽ വിശ്വസിക്കുമ്പോൾ മാത്രമേ നമുക്ക് അനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ. ദൈവം കരുതുന്നവനായ ദൈവമാണ്. നമ്മുടെ ബലഹീനത കൊണ്ടൊരു പക്ഷെങ്കിൽ നമുക്ക് ആ കരുതൽ മറന്നു പോകാൻ സാധ്യതയുണ്ട്. മത്തായിയുടെ സുവിശേഷം 10:29 നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് ഒരു കഥ ഒരു ഉപമ പോലെ പറയുന്നുണ്ടല്ലോ. കാശിന് 2 കുരികിലിനെ വിൽക്കുന്നില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേ സംഭവം തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ 2 കാശിന് 5 കുരികിലിനെ വിൽക്കുന്നില്ലയോ എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ചെറിയ പാരഡോക്സ് ഉണ്ട്. 1 കാശിന് 2 കുരികിലാണെങ്കിൽ 2 കാശിന് 4 കുരികിലേ ഉള്ളൂ. ഇവിടെ 5 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒന്നുകിൽ ലൂക്കോസിന് കണക്ക് തെറ്റി, അല്ലെങ്കിൽ യേശുവിന് കണക്ക് തെറ്റി. 2 പേർക്കും കുഴപ്പം പറ്റിയില്ല. 2 പേർക്കും കുഴപ്പം പറ്റിയില്ല. കാരണം എന്താണെന്ന് ഞാൻ പറയാം. ഈ കുരികിൽ വെറും പാവപ്പെട്ടവരുടെ നിവേദിത വസ്തുവാണ്. അപ്പോൾ 2 കാശ് മുടക്കിയപ്പോൾ ഈ 5-ാമത്തെ കുരികിലിനെ സൗജന്യമായി അല്ലെങ്കിൽ ഡിസ്കൗണ്ടിൽ കൊടുത്തതാണ്. അപ്പോൾ വാങ്ങിച്ചവൻ അതിന് വില കൊടുത്തിട്ടില്ല, വിറ്റവൻ വില വാങ്ങിയിട്ടുമില്ല. അപ്പോൾ വാങ്ങുന്നവനെ വിൽക്കുന്നതിൻ്റെ മുമ്പിൽ വിലയില്ലാതിരുന്ന ഈ 5-ാമത്തെ കുരികിലുണ്ടല്ലോ, ആ കുരികിലിനു വേണ്ടിയും ദൈവം എല്ലാം കരുതിയെങ്കിൽ നമുക്ക് വേണ്ടി കരുതാതിരിക്കുമോ എന്നാ ചോദിക്കുന്നത്. 5th സ്പാരോ, 5-ാമത്തെ കുരികിൽ കർത്താവ് പറയുന്നുണ്ട്, ആ കുരികിലിന് പോലും തലയൊളിക്കാൻ ഇലച്ചാർത്തുകൾ, തേൻ നുകരാനായിട്ട് പൂക്കളൊക്കെ ദൈവം സൃഷ്ടിച്ചെങ്കിൽ മനുഷ്യന് വേണ്ടി കൊടുക്കാതിരിക്കുമോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം നാം ശ്രദ്ധിക്കണം. ഈ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിനക്ക് വേണ്ടി മന്ന കൊടുത്തു. അപ്പം എന്നുള്ളതായ വാക്കിന് ഹീബ്രുവിൽ ഉപയോഗിച്ചിരിക്കുന്നതായ പദം ലഹം എന്നുള്ളൊരു വാക്ക്. കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ കർത്താവ് പറയുന്നത്, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ എന്ന് പറയുന്നത് കേവലം ഭക്ഷണം മാത്രമല്ല, നമ്മുടെ എല്ലാ ഭൗതികമായ ആവശ്യത്തെയും സൂചിപ്പിക്കുന്ന പദമാണ് ഈ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതാ കർത്താവ് പറഞ്ഞത്. അതായത് ഞങ്ങൾക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന ആഹാരം തരണമേ എന്നാണ് അവിടെ പറയുന്നത്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവർക്ക് മന്ന കൊടുത്തു. അവിടെ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ മന്ന ഓരോ ദിവസത്തേക്കും അവർക്ക് കൊടുത്തത്. ഓരോ ദിവസത്തേക്കുമാണ് കൊടുത്തത്. എന്താ ദൈവത്തിന് പറഞ്ഞാൽ പോരായിരുന്നു, ഞാനൊരു 5 ദിവസത്തേക്കുള്ള മന്ന വർഷിപ്പിക്കുകയാണ്, പറക്കി വെച്ചേക്കണം, 5 ദിവസത്തേക്ക് കിട്ടത്തില്ല, 6-ാമത്തെ ദിവസം കിട്ടും. വാട്ടർ സപ്ലൈയുടെ വെള്ളമൊക്കെ വരുന്ന അങ്ങനെയാണല്ലോ, ആഴ്ചയിൽ ഒരിക്കൽ, ബുധനാഴ്ച, ചൊവ്വാഴ്ച എന്നൊക്കെ പറഞ്ഞു വരും. എന്താ ദൈവം അങ്ങനെ കൊടുക്കാഞ്ഞെന്നറിയാമോ? ഇവര് 2 ദിവസത്തേക്ക് ഒന്നിച്ച് പറക്കാൻ കൊടുത്താൽ ആദ്യത്തെ ദിവസം പറയും ദൈവം മന്ന വന്നെന്ന് പറയും, 2-ാമത്തെ ദിവസം പറയും ഞങ്ങൾ പറക്കിയോണ്ടാ ഞങ്ങളുടെ വീട്ടിൽ മന്ന ഉണ്ടെന്ന് പറയും. ദൈവം ഒന്നും തന്നോ, ഞങ്ങൾ പറക്കി വെച്ചോണ്ടാന്ന് പറയും. ഇത് വ്യക്തമായിട്ട് അവർക്ക് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ഓരോ ദിവസവും മന്നായിക്ക് വേണ്ടി ദൈവത്തോട് ചോദിക്കണം.
ഈ കാര്യത്തിൽ നിന്നാണ് യേശു ക്രിസ്തു ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച മന്ന കൺസെപ്റ്റ് കർത്താവിൻ്റെ പ്രാർത്ഥനയിലുണ്ട്. വ്യക്തമാണത്. പഠിതാക്കളൊക്കെ അത് പറയുന്നുണ്ട്. ഗീവ് us our daily bread, ഞങ്ങൾക്ക് ഇന്നത്തേക്കുള്ളത് തരണമേ എന്ന് പറയുന്നുണ്ട്. അത് ഈ മന്ന വർഷിച്ചതിൽ നിന്നുമാണുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം കരുതലിൻ്റെതായിരിക്കുന്ന ദൈവമാണ്. ഇസ്രായേൽ മക്കൾക്ക് മാത്രമല്ല കൊടുത്തത്. മൂന്നാമതായി, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നീഡ് ഓഫ് ഫെയ്ത്ത് ഓർ സ്പിരിച്വാലിറ്റി ഇൻ ലൈഫ്. നാം ഇങ്ങനെ വായിക്കുന്നു 8:3, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് ദൈവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് നീ അറിയണം. മാൻ ഡസ് നോട്ട് ലിവ് ബൈ ബ്രെഡ് അലോൺ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഭൗതികമായിരിക്കുന്ന അനുഗ്രഹങ്ങളും നന്മകളും ലഭിക്കുമ്പോൾ, സമൃദ്ധി ഉണ്ടാകുമ്പോൾ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഭൗതികമായ കാര്യങ്ങൾ കൊണ്ട് മാത്രം നമ്മുടെ ജീവിതം പൂർണ്ണമാകില്ല. പൂർണ്ണതയിലെത്താനായിട്ട് സാധ്യമല്ല. ഇസ്രായേൽ മക്കളോട് പറയുന്നുണ്ട്, നിങ്ങൾ കുഴിക്കാത്ത കിണറുകളും നിങ്ങൾ പണിയാത്തതായിരിക്കുന്ന വീടുകളും നിങ്ങൾ നടാത്ത മുന്തിരിത്തോട്ടങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾ ദൈവത്തെ മറക്കരുത്, ദൈവത്തെ നിങ്ങൾ വിട്ടുകളയരുത്. എന്നാൽ അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? പണിയാത്ത വീടുകളും കുഴിക്കാത്ത കിണറുകളും നടാത്ത മുന്തിരിത്തോട്ടങ്ങളും ലഭിച്ചപ്പോൾ അവർ ദൈവത്തെ മറന്നു കളഞ്ഞു. ഇസ്രായേലിന്റെ ചരിത്രമാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു എന്നുകൂടെ നമ്മൾ അറിയണം. അവരുടെ മിസ്രൈമ്യ അടിമത്തത്തെക്കാൾ ഭീകരമായ ഒരു അവസ്ഥ അവർക്കുണ്ടായി. അതാണ് എക്സൈൽ അല്ലെങ്കിൽ പ്രവാസം എന്ന് പറയുന്നത്. ഈ പ്രവാസത്തിന്റെ വികലത എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എസ്രാ നെഹമ്യാവിന്റെ പുസ്തകം വായിച്ചു നോക്കിയാൽ മതി. കനാനിന്റെ സൗഭാഗ്യത്തിൽ നിന്നും അവർ മുഴുവൻ ഛിന്ന ഭിന്നമായി പോയി, ദൈവത്തിൽ നിന്ന് അകന്നുപോയി, മതിലുകൾ ഇടിഞ്ഞുപോയി, അവിടെ ആരാധന പോയി, എല്ലാം നഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു വിലാപമാണ് 137-ാം സങ്കീർത്തനം. അവിടെ കൊള്ളാവുന്ന ആളുകളെല്ലാം ബാബിലോണിലേക്ക് പിടിച്ചോണ്ട് പോയി. ബോണിയമ്മന്റെ ഒരു പാട്ടുണ്ടല്ലോ, നിങ്ങൾ അനുഗ്രഹീതമായ പാട്ടുകാരാണല്ലോ, CSI സഭാ വിഭാഗങ്ങൾ. 137-ാം സങ്കീർത്തനമുണ്ട്. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അതിൻ്റെ നടുവിൽ ഞങ്ങളുടെ അലരി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങളുടെ കിന്നരങ്ങളെ ഞങ്ങൾ തൂക്കിയിട്ടു. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? അവരോട് ബാബിലോണിൽ പിടിച്ചോണ്ട് പോയപ്പം പറഞ്ഞു, നിങ്ങൾ നല്ല പാട്ടുകാരാണല്ലോ, പാടാൻ പറഞ്ഞു. അവർ പറഞ്ഞു, അയ്യോ, ഞങ്ങൾക്ക് ഇപ്പോൾ ഈ അന്യദേശത്ത് എങ്ങനെയാണ് പാടുന്നത്? ഞങ്ങളുടെ കിന്നരങ്ങളെ മുഴുവൻ ഞങ്ങൾ അലരി വൃക്ഷങ്ങളിന്മേൽ തൂക്കിയിട്ടു. അന്യദേശത്തെ യഹോവയുടെ ഗീതം പാടാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നാം മനസ്സിലാക്കണം. അവർക്ക് ഭൗതികമായ അഭിവൃദ്ധി ഉണ്ടായപ്പോൾ, ഉന്നതി ഉണ്ടായപ്പോൾ അവർ ദൈവത്തെ വിട്ടുകളഞ്ഞു. കർത്താവ് അവരോട് പറഞ്ഞിരുന്നു, മോശ പറഞ്ഞിരുന്നു, മനുഷ്യന് അപ്പം കൊണ്ട് മാത്രം ജീവിക്കാനായിട്ട് സാധ്യമല്ല. അപ്പം എന്ന് പറഞ്ഞാൽ ഭൗതികമായ കാര്യങ്ങൾ കൊണ്ട് മാത്രം മനുഷ്യന് ജീവിതം സാധ്യമല്ല. നമ്മുടെ ലോകത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. 19-ാം നൂറ്റാണ്ട് ആരംഭിച്ചതായിരിക്കുന്ന സമയത്ത് ഒരുപാട് ഭൗതിക പുരോഗതിയിലേക്ക് ലോകം നയിക്കപ്പെട്ടു. അപ്പോൾ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളിലെല്ലാം മതം നിരോധിച്ചു. റഷ്യ, ചൈന, നിക്കരാഗ, പോളണ്ട്, യൂഗോസ്ലോവിയ, ഈ 5 രാജ്യങ്ങളിൽ പൂർണ്ണമായി മതം നിരോധിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ പറയുന്ന ഈ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗമൊക്കെ നമ്മുടെ അധ്വാനം കൊണ്ടും പ്രയത്നം കൊണ്ടും ഇവിടെ തന്നെ സൃഷ്ടിക്കാൻ സാധിക്കും. പക്ഷെ എന്തോ സംഭവിച്ചെന്നറിയാമോ? വർഷങ്ങൾ പിന്നിടുന്നതിന് മുമ്പ് ചീട്ടുകൊട്ടാരം പോലെ ഈ രാജ്യങ്ങളൊക്കെ തകർന്നു. ഡോക്ടർ MM തോമസ് സാറിൻ്റെ ഒരു പുസ്തകമുണ്ട്, വായിച്ചാൽ നല്ലതാണ്. നവചൈനയിലെ വളരുന്ന സഭ എന്ന പുസ്തകത്തിൻ്റെ പേര്. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിക്കുന്നുണ്ട്. ഈ മതം നിരോധിച്ച സ്ഥലങ്ങളിൽ ഇന്ന് ഏറ്റവും ശക്തമായി സഭ വളർന്നിരിക്കുന്നത് ആ രാജ്യങ്ങളിലാണ്, ആ സ്ഥലങ്ങളിലാണ് സഭ വളർന്നിരിക്കുന്നത്. അവർക്ക് മനസ്സിലായി, ഈ മതം ഇവിടെ മനുഷ്യന്
അങ്ങനെ ജീവിക്കാൻ സാധ്യമല്ല അപ്പം കൊണ്ട് മാത്രം. അവിടെയാണ് നമ്മുടെ ആത്മീയതയെ നാം മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ ആരാധനയെ നാം അറിയേണ്ടത്. നിസ്സാരമായി നാം കാണരുത്. ഇന്ന് ഭൗതികമായ പുരോഗതി നമ്മളിൽ ഉണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവത്തെ വിട്ടുകളഞ്ഞു. ആരാധനയ്ക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ആത്മീയ അനുഭവങ്ങൾക്ക് നമുക്ക് സ്ഥാനമില്ല. കാരണം നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കാൻ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. ഹഗ്ഗായി 1:4 പറയുന്നുണ്ട്, എൻ്റെ ആലയം ശൂന്യമായിരിക്കെ തട്ടിട്ട വീടുകളിൽ പാർക്കാൻ കാലമായോ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ ആലയം ശൂന്യമായിരിക്കെ തട്ടിട്ട വീടുകളിൽ പാർക്കാൻ കാലമായോ? അതായത് തട്ടില്ലാത്ത മരുഭൂമിയിൽ കൂടെ നിങ്ങൾ യാത്ര ചെയ്തപ്പോൾ നിങ്ങളുടെ ഭക്തി ഭയങ്കരമായിരുന്നല്ലോ. അവിടെ ഇരമ്യാവ് പറയുന്നുണ്ട്, വിതയ്ക്കാത്ത ദേശത്തെ നിങ്ങളുടെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തെ നിങ്ങളുടെ സ്നേഹവും ഞാൻ അറിയുന്നു. വിതയ്ക്കാത്ത ദേശത്ത് ദൈവത്തോട് ചോദിച്ചെങ്കിലേ വല്ലതും കിട്ടത്തുള്ളായിരുന്നു. കല്യാണം കഴിയുന്നതിന് മുമ്പുള്ളതായിരിക്കുന്ന സമയത്ത് സ്നേഹം എന്തോ വലിയ സ്നേഹമാണ്. ഇപ്പോൾ നിങ്ങളതെല്ലാം മറന്നു എന്നാണ് പറയുന്നത്. എത്ര സങ്കടകരമായൊരു അനുഭവം. അവിടെയാണ് നമ്മുടെ ആത്മീയതയെ കാണേണ്ടത്. അവിടെയാണ് നമ്മുടെ ആത്മീയ അനുഭവങ്ങളെ കാണേണ്ടത്. നമ്മുടെ ആരാധനയിലേക്ക് മടങ്ങി വരണം. ഒരു കാലഘട്ടത്തിൽ ക്രിസ്തീയ വിശ്വാസികൾ ആരാധനയ്ക്കായി യാതൊരു മടിയും കൂടാതെ കൂടി വന്നിരുന്നതായി ഇന്ന് കുറഞ്ഞു പോയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ കുറവ് സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ്. ആത്മീയതയ്ക്ക് വേണ്ടി ഭൗതികതയ്ക്ക് വേണ്ടി നമ്മുടെ ആത്മീയതയെ മാറ്റിവെക്കുന്നതായ ഒരു സാഹചര്യം. അങ്ങനെ സംഭവിക്കാനായിട്ടിടയാകല്ലേ. ലോകത്തിനു വേണ്ടി മാത്രം എരിഞ്ഞോടിയാൽ നമുക്കൊന്നും ആകില്ല. ടോൾസ്റ്റോയുടെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു കഥയുണ്ട്, ഹൗ മച്ച് ലാൻഡ് ഡസ് എ മാൻ നീഡ്സ് എന്ന കഥയുടെ പേര്. ഇതിൽ റഷ്യക്കാരനായിരിക്കുന്ന പഹാം എന്ന് പറയുന്ന ഒരാളിനാണ് കഥാപാത്രം. അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് കുറച്ചേറെ ഭൂമി സമ്പാദിക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം അദ്ദേഹം കേട്ടു, റഷ്യയിലെ ഒരു ഗ്രാമത്തിൽ ചെന്ന് ഗ്രാമത്തലവന് 1000 റൂബിൾസ്, അതായത് റഷ്യൻ നാണയം, അത് കൊടുത്താൽ ഇഷ്ടം പോലെ ഭൂമി സമ്പാദിക്കാം. അങ്ങനെ ഞാൻ ചെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, നിനക്ക് രാവിലെ വന്ന് പണം തന്നാൽ നിനക്ക് ഇഷ്ടം പോലെ ഭൂമി സമ്പാദിക്കാം. നീ കയറി ഇറങ്ങുന്ന സ്ഥലമെല്ലാം നിന്റെ സ്വന്തമാകും. പക്ഷെ ഒരു കാര്യം, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ നീ മടങ്ങി വരണം. അവൻ അതനുസരിച്ച് ഒരു രാവിലെ വന്ന് പണം കൊടുത്തിട്ട് ഇഷ്ടമുള്ള ഭൂമിയിൽ കൂടെ എല്ലാം കയറി ഇറങ്ങി നടന്നു. അതെല്ലാം അവന് സ്വന്തമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് അവൻ്റെ ഓർമ്മയിലുണ്ട്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ മടങ്ങി വരണം. അവൻ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ മടക്കയാത്ര ആരംഭിക്കുകയാണ്. സ്പീഡ് കൂട്ടുന്നുണ്ട്. ഉടുപ്പൊക്കെ ഊരിക്കളഞ്ഞ്, ചെരുപ്പൊക്കെ ഊരിക്കളഞ്ഞ് സ്പീഡ് കൂട്ടാൻ വേണ്ടി. ഒടുവിൽ അവൻ ഈ ഗ്രാമത്തലവൻ്റെ അരികിൽ വന്നു. ഗ്രാമത്തലവൻ പറഞ്ഞു, നീ അല്ലാതെ ഒറ്റ മനുഷ്യൻ പോലും ഈ കളിയിൽ ജയിച്ചിട്ടില്ല. എല്ലാവരും കിട്ടുമെന്ന് കണ്ട് പോയി, പക്ഷേ മടങ്ങി വരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല സൂര്യൻ അസ്തമിക്കും മുമ്പേ. അതുകൊണ്ട് സമ്പാദിച്ചതെല്ലാം നഷ്ടമായി. നീയാണ് സമർത്ഥനായിരിക്കുന്നയാൾ. നീ ധാരാളം ഭൂമി ഇന്ന് പകൽ കൊണ്ട് സമ്പാദിച്ചു. പക്ഷെങ്കിൽ അവിടെ സങ്കടകരമായൊരു സംഭവം ഉണ്ടായി. അവൻ അവിടെ കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പോൾ അവൻ്റെ മൃതദേഹം എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഈ ഗ്രാമത്തലവൻ്റെ സേവകർ പറയുന്ന ഒരു വാചകം ഈ കഥയിലുണ്ട്, ദിസ് ടൈം ഓൺവേഡ്സ് ഹി നീഡ്സ് ഓൺലി 6 feet ലാൻഡ്. ഇനിയും ഈ പുള്ളിക്ക് എത്ര ഭൂമി വേണം? 6 അടി മതി. മർത്തോമാ സഭയിൽ ഇപ്പോൾ 7 ഉണ്ട്, 3.5 അടി വീതിയുമാക്കിയിട്ടുണ്ട്. This time onwards he needs only 6 feet land. 6 അടി മണ്ണ് മാത്രം മതി. അത് നോക്കണേ, എത്ര സമ്പാദിച്ചു. എവിടെയൊക്കെ നല്ല സ്ഥലങ്ങളിൽ കൂടെ കയറി അവൻ ഇറങ്ങി നടന്നു. എന്ത് സങ്കടകരമായൊരു അനുഭവം. നാം അറിയണം, നമ്മുടെ ജീവിതത്തിൽ ഭൗതികത കൊണ്ട് മാത്രം ജീവിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭൗതികതയുടെ അനുഭവങ്ങളിൽ ആത്മീയ അനുഭവങ്ങൾക്ക് സ്ഥാനം കൊടുക്കണം. അവിടെയാണ് ആരാധന കാണേണ്ടത്. ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കുന്നു, ആത്മീയ കൂട്ടങ്ങളിൽ കാണണം. നമുക്ക് ദൈവം തന്നിരിക്കുന്നതായ സമയമുണ്ടല്ലോ, ആ സമയത്തോട് വിശ്വസ്തത പാലിക്കണം. ദൈവികമായ കാര്യങ്ങൾ കൊടുക്കണം. മാർത്തോമാ സഭയുടെ വിവാഹ ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ പണം, സമയം, കഴിവ് എന്നിവയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഗൃഹവിചാരകർ എന്ന് മനസ്സിലാക്കി വരുമാനത്തിലൊരു അംശം നമ്മുടെ ഇതൊക്കെ ചെലവും. അപ്പം പണത്തിൻ്റെ, സമയത്തിൻ്റെ ഒക്കെ ദശാംശം ദൈവത്തിന് വേണ്ടി കൊടുക്കണം. പണം മാത്രം കൊടുത്താൽ പോരാ, ദൈവത്തിന് സമയം കൂടെ കൊടുക്കണം. നമ്മുടെ ആരാധന ഉണ്ടാകുന്നു. പണ്ട് ഞങ്ങളുടെ വിവാഹ ശുശ്രൂഷ ക്രമത്തിൽ ഉണ്ടായിരുന്നു, ഈ പള്ളിയിൽ മണി അടിക്കുമ്പോൾ നിങ്ങളെ ദൈവം വിളിക്കുന്നു എന്ന ബോധത്തിൽ നിങ്ങൾ ക്രമമായി പള്ളി ആരാധന സമ്മതിക്കുന്നു.
ലിറ്ററേച്ചറിൻ്റെ പരിഷ്കാരത്തിൽ മാറ്റി. എനിക്കതിനോട് യാതൊരു യോജിപ്പുമില്ല. അപ്പം ഞാനൊരിക്കൽ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ വീട്ടിൽ മണി അടിക്കുന്നത് കേൾക്കത്തില്ല, അതുകൊണ്ടാണ്. അതിന് വലിയൊരു അർത്ഥമുണ്ട്. ഞായറാഴ്ച പുലരുന്നതായ സമയത്ത് മണിയടിക്കുന്നത് എല്ലാവരും ദേവാലയത്തിലേക്ക് വരാനുള്ളൊരു ക്ഷണമാണ്. അല്ലാതെ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ എന്നുള്ളതല്ല. കേൾക്കത്തില്ലായിരിക്കാം ദൂരെയുള്ള ഒരാളിന്, പക്ഷേ ആത്മീയ ജീവിതം അതാണ് ആവശ്യമുള്ളത്. ഇസ്രായേൽ മക്കളെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മേഘം പൊങ്ങുന്നതായിരിക്കുന്ന അവസരത്തിൽ സമാഗമന കൂടാരത്തിലേക്ക് അവർ ആരാധനയ്ക്കായിട്ട് വന്നിരുന്നു. ആത്മീയതയ്ക്ക് സ്ഥാനം ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ആത്മീയതയുടെ സ്ഥാനം നഷ്ടപ്പെട്ടിട്ട് ആ സ്ഥാനത്ത് ഭൗതികത കടന്നു വന്നാൽ അതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ടാണ് വ്യക്തമായി പറയുന്നത്, മനുഷ്യന് അപ്പം കൊണ്ട് മാത്രം ജീവിക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ നാം ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണ മിഥ്യയായിരിക്കുന്ന ധാരണയാണ്. അത് വെറും സങ്കല്പം മാത്രമാണ്. നമ്മുടെ ജീവിതം അനുഗ്രഹമാകണമെന്നുണ്ടെങ്കിൽ ഭൗതികതയോടൊപ്പം നമ്മുടെ ആത്മീയതയുടെ ആവശ്യമായിരിക്കുന്നു. ദേവാലയം ശൂന്യമാകുമ്പോൾ തട്ടിട്ട വീടുകളല്ല നമുക്ക് ആവശ്യമുള്ളത്. നമ്മുടെ ദേവാലയം നിറഞ്ഞിരിക്കണം. ദേവാലയത്തിലേക്ക് വരണം. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ക്രൈസ്തവ സമൂഹം ഒരു വലിയ പോരാട്ടത്തെയാണ് ഒരു കാലഘട്ടത്തെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്താ കാര്യം ചോദിച്ചാൽ എല്ലായിടത്തും അങ്ങനെയാണ് കാണുന്നത്. നിങ്ങളതിനെ നോക്കിയാൽ അറിയാം. 25 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ ഒരു 20 വയസ്സിന് താഴെയുള്ള എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? അതിന് മുകളിലോട്ടുള്ള ആളുകളാണ്. ആ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നീട് ദേവാലയം ശൂന്യമാവും അല്ലേ? വലിയ പള്ളിയൊന്നും ഇനി പണിയണ്ട. ഞാൻ ഞങ്ങളുടെ പള്ളികളിൽ പലയിടത്ത് പോകുന്നുണ്ട്. മുൻവശത്തൊക്കെ തറയിലിരിക്കാൻ, ബെഞ്ചാ പോലും ഇരിക്കാൻ ഇപ്പോൾ ആളില്ല. ഞാൻ ഇന്നാളെ ഒരാളിനോട് ചോദിച്ചത്, നമ്മുടെ ഈ പിള്ളേരൊക്കെ എന്ത് ചെയ്യും? എല്ലാവരും അയർലൻഡിൽ പോയി. തമാശ പറഞ്ഞ പോകുന്നത് തെറ്റൊന്നുമല്ല കേട്ടോ, അത് പാപമാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്ഥലത്തില്ലാത്ത ആളുകളാണ്. ഞാനത് പറഞ്ഞതല്ല, കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. പക്ഷേ നമ്മൾക്കിവിടെ ദൈവം അവസരം തന്നിരിക്കുമ്പോൾ അവർ പോകുന്നിടത്തൊക്കെ പള്ളികളിലൊക്കെ പോകുന്നുണ്ട്. നമ്മുടെക്ക് ആത്മീയതയ്ക്ക് ഉന്നതമായ സ്ഥാനം കൊടുക്കാനായിട്ട് നാം തയ്യാറാകണം. നാലാമതായ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുന്നു. വാഗ്ദത്ത ഭൂമിയെക്കുറിച്ചുള്ള ഒരു ദർശനം ഇവിടെ നൽകും. വിഷൻ ഓഫ് എ പ്രോമിസ്ഡ് ലാൻഡ്. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. ഫോർ ദ ലോർഡ് യുവർ ഗോഡ് ഈസ് ബ്രിങ്ങിങ് യു ഇൻ ടു എ ഗുഡ് ലാൻഡ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവരോട് പറയുന്നത് ഈ പ്രോമിസ് ലാൻഡ് എന്ന് പറയുന്നത്, വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്നത് സ്വർഗത്തെക്കുറിച്ചല്ല, അവർ പോകുന്നതായ ഭൂപ്രദേശത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ അറിയാം. 8 അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഗോതമ്പും യവവും ഒക്കെ വളരുന്ന മനോഹരമായ ഫലഭൂയിഷ്ടമായ ഭൂമി, ആ ഭൂമിയിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഈ ഭൂമി ദൈവത്തിൻ്റെ വാഗ്ദത്ത ഭൂമിയാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്ത ഭൂമിയെ നഷ്ടപ്പെടുത്താനോ വാഗ്ദത്ത ഭൂമിക്ക് ദോഷം വരാനോ ഇടയാകില്ല. പ്രിയപ്പെട്ട മാത്യു കോശി സാർ എനിക്ക് ദീർഘവർഷങ്ങളുടെ പരിചയമുള്ള ആളാണ്. പരിസ്ഥിതിയെക്കുറിച്ചൊക്കെ ധാരാളം പറയുന്നതായിരിക്കും സാറ് അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നാം അധിവസിക്കുന്നതായ ഭൂമി ദൈവം നമുക്ക് വാഗ്ദാനം തന്ന ഭൂമിയാണ്. ആ ഭൂമിയെ മോശമാക്കാനോ ആ ഭൂമിയെ കുഴപ്പമാക്കാനോ നമുക്കിടയാകരുത്. ഇന്ന് പലപ്പോഴും പല ആളുകളും എല്ലാം ലോകമെല്ലാം കുഴപ്പമാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്ത് പ്രശ്നമാണെന്നറിയാമോ? അത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് ലോകമെല്ലാം കുഴപ്പമാണെന്ന് പറയുന്ന ഒരാശയത്തിപ്പാനൊക്കത്തില്ല. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ വാർഷിക റിപ്പോർട്ടൊക്കെ എഴുതിക്കൊണ്ട് വരുന്ന അവസരത്തിൽ ആമുഖം എഴുതുന്നത് എല്ലാം കുഴപ്പമായെന്ന് പറഞ്ഞു. ഞാൻ തിരുത്തിച്ചിട്ടുണ്ട്. ശരിയ സംഘത്തിൻ്റെ വാർഷിക റിപ്പോർട്ട് തുടങ്ങുന്നതിൻ്റെ സ്ത്രീപീഡനം പറഞ്ഞുകൊണ്ടാണ്. ഞാൻ പറയും, എന്തിനാണ് എഴുതുന്നത്? വേറെ എത്രയോ നല്ല കാര്യം ഈ കഴിഞ്ഞ വർഷം നടന്നില്ലേ? നമുക്ക് ഈ ലോകമെല്ലാം കുഴപ്പമാണെന്ന് പറയാൻ ഒക്കുമോ? ഒക്കത്തില്ല. കാര്യം ഞാൻ പറയാം. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് മത്തായിയും ലൂക്കോസും വിശദമായ വിവരങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ യേശുവിൻ്റെ ജനനത്തെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒറ്റ വാചകത്തിലാണ് പറഞ്ഞേക്കുന്നത്. ഹീ സോ ലവ്ഡ് ദ വേൾഡ് എന്നാണ് പറഞ്ഞത്. അവൻ ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ലോകത്തെ വെറുക്കാൻ ഒക്കുമോ? നിന്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ. ദൈവമേ, ഇവരെ ഈ ഭൂമിയിൽ നിന്ന് എടുക്കണമെന്നല്ല, ഈ ലോകത്തിൽ ദുഷ്ടന്റെ കയ്യിൽ അപ്പെടാതെ വണ്ണം കാത്തുകൊള്ളണേ.
അപ്പോൾ ദൈവം തന്നതായിരിക്കുന്ന ഈ ഭൂമിയെ വാസയോഗ്യമല്ലാതാക്കുന്ന സാഹചര്യത്തിലേക്ക് നാം ലോകം പോവുകയാണെങ്കിൽ അതിൻ്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ നമുക്ക് വലിയൊരു ബാധ്യതയുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാരാമൺ കൺവെൻഷന് ക്രിസോസ്റ്റം തിരുമേനി പ്രസംഗിച്ച ഒരു പ്രസംഗമുണ്ട്, ഞാൻ ഓർക്കുന്നത്. തിരുമേനി പറഞ്ഞു, പണ്ട് പമ്പാ നദിയിലെ വെള്ളത്തിൽ കുളിച്ചാൽ നല്ല സുഖമായിരുന്നു, നല്ല ആരോഗ്യമായിരുന്നു. ഇന്ന് കുളിച്ചാൽ പിന്നീട് ചൊറിച്ചിൽ പിടിച്ച് ഡോക്ടറെ കാണിക്കേണ്ടി വരും. അപ്പോൾ ഒരാൾ ഹല്ലേലൂയ സ്തോത്രമുണ്ട്. നമുക്ക് എന്തുവരെ സ്തോത്രം പറയണമെന്ന് അറിയത്തില്ല. തിരുമേനി പറഞ്ഞു, ഈ പമ്പാ നദിയിലെ വെള്ളം കുഴപ്പമായത് ദൈവത്തിന് കുഴപ്പമൊന്നും അല്ല. നമ്മൾ പമ്പാ നദിയിലെ വെള്ളത്തെ വിഷലിപ്തമാക്കി, അത് നമ്മുടെ ഭാഗത്ത് വന്നിരിക്കുന്ന കുഴപ്പമാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്ത ഭൂമിയെ ദോഷമാക്കാൻ ഒക്കത്തില്ല. ഇന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്ത ഭൂമിയെ ദോഷമാക്കുന്നതായിരിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ ക്ഷമിക്കണം. ലോകത്തെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹം ക്രിസ്മസിൽ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ഞാൻ ഈ അടുത്ത സമയത്ത് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് മർത്തോമ പള്ളികളിലാണ് പോയത്. കാണാത്തൊരു കാര്യം അടുത്ത സമയങ്ങളിൽ വർദ്ധിക്കുന്നുണ്ട്. ക്രിസ്മസിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു 10-15,000 രൂപയുടെ പടക്കം പൊട്ടിക്കുക. ഞാൻ കിട്ടിയ സ്ഥാനത്തൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പണ്ടങ്ങനെ ഇല്ലായിരുന്നു. എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, പണ്ടത്തെ പടക്കത്തിൻ്റെ അകത്തൊക്കെ സൾഫർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതല്ല, മാരകമായ വിഷപദാർത്ഥങ്ങളാണ്. മാത്യു ക്രിസ്ത്യാനോട് ചോദിച്ചാൽ അറിയാം. അത് മുഴുവൻ അന്തരീക്ഷത്തിൽ പോവുക. പോയി കഴിഞ്ഞിട്ട് അടുത്ത മഴ പെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് നിങ്ങളുടെ കിണറ്റിലേക്ക് തിരിച്ചു കിട്ടും. കല്യാണത്തിന് പോയി ഇരുന്നാൽ എങ്ങനെയാ, പടക്കം വലിയ വെടി പൊട്ടുക, അപ്പോഴത്തേന് അതിൻ്റെ അകത്തുള്ള ആ പദാർത്ഥങ്ങളെല്ലാം കൂടെ എല്ലാവരുടെയും പ്ലേറ്റിൽ ഒന്ന് വീഴുക. ലോകത്തെ സ്നേഹിച്ചതായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞേച്ച് ഈ പ്രകൃതിക്ക് ദോഷമാകുന്ന പ്രകൃതിക്ക് ദോഷമാകുന്നതായിരിക്കുന്ന പ്രകാശ മലിനീകരണം, ഭൂമിക്ക് ദോഷമാകുന്നതായിരിക്കുന്ന ശബ്ദമലിനീകരണമാണ് ക്രിസ്മസിൽ നമ്മൾ നടത്തുന്നത്. ആരെങ്കിലും സുഖമായി ഉറങ്ങാനായിട്ടൊന്ന് കടന്നു കഴിഞ്ഞാൽ അവർ ചെവിക്കല്ല് പൊറിയുന്നതായിരിക്കുന്ന ശബ്ദമാണ്. എന്തോ ഭയങ്കരമാണ്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാനിത് പറഞ്ഞിട്ടുള്ള ആളാണ്. പള്ളികളൊക്കെ ഈ വെടിക്കെട്ട് ഒരു 3-4 പള്ളികളുടെ അടുത്ത് എൻ്റെ ഒരു പള്ളി ഉണ്ടായിരുന്നു. അവിടെ മുഴുവൻ പെരുന്നാളുമായി ബന്ധപ്പെട്ട് പടക്കമാണ്. ഞാൻ എനിക്ക് ഒരാളിനോട് ചോദിച്ചത്, എൻ്റെ സാറേ, ഞങ്ങളുടെ ഈ പാഴ്സണേ മോളിലെ ചില്ല് കിലുങ്ങുകയാണ് ഈ വെടിക്കെട്ട്. ഇത് നിർത്താത്ത ആത്മീയതയുമായിട്ട് എന്തോ ബന്ധമെന്ന് ചോദിച്ചിട്ടുണ്ട്. നേരം വെളുക്കുന്നവരെ പടക്കണം. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, അച്ഛാ, ഈ വർഷം 50,000 രൂപയുടെ വെടി നേർച്ച എൻ്റെ വരുന്ന വർഷം അതിനെ തോപ്പിച്ച് വേറൊരാൾ 1,00,000-ൻ്റെ വെടി നേർച്ചയാണ്. ഇത് പറഞ്ഞത് ക്രിസ്ത്യാനിയാണ് കേട്ടോ, ക്രിസ്ത്യാനിയാണ്. രാത്രി മുഴുവൻ ഈ ശബ്ദമുണ്ടാക്കി ശബ്ദമലിനീകരണം നടത്തുന്ന ഇതിനെ ദൈവം സ്നേഹിക്കുമെന്ന് പറഞ്ഞാൽ സ്നേഹിക്കത്തില്ല. ദൈവത്തിന് പ്രീതിയില്ല. ദൈവത്തെ പടക്കം പൊട്ടിച്ച് പ്രീതിപ്പെടുത്താനിരിക്കുക അല്ലേ? ഇടിനാദത്തെക്കാൾ വലിയ ശബ്ദമൊന്നുമില്ലല്ലോ. അതിന് മുമ്പിലായി നമ്മുടെ 2 പടക്കം പൊട്ടിച്ചിട്ട് ദൈവത്തിൻ്റെ പ്രീതി നേടിക്കുന്നത്. എനിക്ക് ക്രൈസ്തവ സമൂഹത്തോടാണ് പറയാനുള്ളത്, ഞാൻ മറ്റുള്ളവരിലും പറയുന്നില്ല. ഈ ക്രിസ്മസുമായി ബന്ധപ്പെടുത്തി ഞാൻ കണ്ടു, ന്യൂശ്വറുമായിട്ട് ബന്ധപ്പെടുത്ത് 12 മണിക്ക് കുർബാന നിർത്തിച്ച് തുടരാൻ തുടങ്ങുക. അയ്യോ, ഈ പടക്കം തീർന്നിട്ട് വേണം ബാക്കി കുർബാന തുടരാനായിട്ട്. ഈ 12 നടന്നൊരു ജനുവരി 31 ഒരു കാര്യമാണ് പറഞ്ഞു ഞങ്ങളുടെ ഒരു പള്ളിയിൽ. എന്ത് ശോചനീയമായിരിക്കുന്ന അവസ്ഥയാണ്. ദൈവത്തിൻ്റെ പ്രോമിസ്ഡ് ലാൻഡായിട്ട് ഈ ഭൂമിയെ കാണാനായിട്ട് നമുക്ക് സാധിക്കണം. അതെല്ലാവർക്കും വാസയോഗ്യമാക്കുന്നതായ ഭൂമിയാകണം. അങ്ങനെ ആക്കാൻ സാധിക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിന്നെ നല്ലൊരു ദേശത്തേക്കല്ലോ കൊണ്ടുപോകുന്നത്. ഇത് നിസ്സാരമായി നാം കാണരുത്. ഈ ഭൂമിയെല്ലാം കുഴപ്പമായി പോയി, എല്ലാം മരുഭൂമിയായെന്നൊന്നും നമ്മൾ പറയല്ലേ. ONV പാടുന്നുണ്ട്, മരുഭൂമിയിൽ നിന്ന് ചോദിപ്പൂ നാം എവിടെയാ വാഗ്ദത്ത ഭൂമി എന്ന് പറഞ്ഞ എല്ലാം മരുഭൂമിയായി. ഈ 1999 ഗുജറാത്തിലെ ഭൂകമ്പം, അവിടെ മുഴുവൻ ഭയങ്കര തകർച്ചയുണ്ടായി. അതിനുശേഷം അവിടെ റീഹാബിലിറ്റേഷൻ വർക്ക് നടത്തി. ഞാൻ ഗാന്ധിധാം ഇടവകയിൽ കൺവെൻഷന് പോയപ്പോൾ ഈ തകർന്ന സ്ഥലങ്ങളൊക്കെ കണ്ടു. ഞങ്ങളുടെ ഒരു റീഹാബിലിറ്റേഷൻ വർക്ക്, അതിന് അവർ കൊടുത്ത ഒരു പേരുണ്ട്. വലിയൊരു പ്രവർത്തനമായിരുന്നു, വലിയ പ്രവർത്തനമാണ്. അവിടെ മാർത്തോമ കോളനിയൊക്കെ വെച്ച് അവിടെ പറഞ്ഞ പേര് ഫ്രം വിൽഡർനെസ് ടു ദ പ്രോമിസ് ലാൻഡ് എന്ന ആ റീഹാബിലിറ്റേഷൻ വർക്കിൻ്റെ പേര് കൊടുത്തത്. മരുഭൂമിയിൽ നിന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക്.
അപ്പോൾ മരുഭൂമിയിൽ നിന്ന് വാഗ്ദത്ത ഭൂമിയിലേക്കാണ് ഭൂമിയെ നല്ലതെന്ന് കണ്ടതായിരിക്കുന്ന ദൈവം. അത് നാം മറക്കരുത്. എന്നാൽ ഈ ഭൂമി ദൈവത്തിൻ്റെ വാഗ്ദത്ത ഭൂമി ആകുമ്പോൾ തന്നെ വരാൻ പോകുന്നതായ വാഗ്ദത്ത ഭൂമിയെക്കുറിച്ച് ഒരു ദർശനം കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അതാണ് എബ്രായ ലേഖനം 10:11 പറയുന്നത്, കൂടാരങ്ങളിൽ അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഇവിടെ നാം പാർക്കുന്ന അവസരത്തിൽ ഈ ഭൂമി ദൈവത്തിൻ്റെ ഭൂമിയാണെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം വരാനുള്ളതായിരിക്കുന്ന വാഗ്ദത്ത ഭൂമിയെക്കുറിച്ചുള്ളതായ ഒരു പ്രതീക്ഷയോടുകൂടെ, ഒരു പ്രത്യാശയോട്, അതാണ് പറയുന്നത്, നിർമ്മിച്ചു അടിസ്ഥാന നഗരത്തിനായി അവൻ കാത്തിരുന്നു. അത് നമ്മുടെ പ്രത്യാശയാകണം. അത് നമ്മുടെ പ്രത്യാശ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അതൊന്നും പോകുന്നില്ല. ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവിടെ യാത്രയിൽ പുതിയൊരു സമൂഹത്തിലേക്ക് പോകുമ്പോൾ 4 കാര്യങ്ങൾ മോശ അവരെ ഓർമ്മിപ്പിക്കുന്നു. 1, ലക്ഷ്യത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന അറിവ്, സെൻസ് ഓഫ് ഡയറക്ഷൻ. നമ്മുടെ ജീവിതത്തിൽ എന്ത് നമുക്കുണ്ടായാലും കർത്താവുമായുള്ള ബന്ധത്തിൽ കൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യമുണ്ടാവൂ. വേറെ ഏത് നേട്ടങ്ങളുണ്ടായാലും ആകില്ല. അതുകൊണ്ട് ഞാൻ ചില ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് കർത്താവുമായുള്ളൊരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ടാകാനായിട്ട് ആവശ്യമുണ്ട്. കർത്താവെ, നിനക്ക് മുമ്പ് ഞാൻ സമർപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ദമസ്കോസിന്റെ പടിവാതിൽ നീ ആരാവുന്നു കർത്താവെ എന്ന് ചോദിച്ച് സമർപ്പിച്ചു. ഹു ആർ യു ലോർഡ്? അതിൻ്റെ മൂലഭാഷയിലെ അർത്ഥം നീ എൻ്റെ യജമാനൻ, ഞാൻ നിൻ്റെ അടിമയെന്നാണ്. ലോർഡ് എന്നുള്ളതായിരിക്കുന്ന വാക്ക് യഹൂദൻ സാധാരണ ഉപയോഗിക്കത്തില്ല. അസാധാരണമായിരിക്കുന്ന സമയത്ത് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ജീവിതത്തിൻ്റെ കർത്തൃത്വം മുഴുവൻ ദൈവത്തിന് കൊടുക്കുമ്പോൾ മാത്രമേ കർത്താവ് എന്ന വാക്ക് ഉപയോഗിക്കത്തുള്ളൂ. അവിടെ പൗലോസ് നടത്തുന്നുണ്ട്. 2, ദൈവികമായ കരുതൽ ഓർമ്മിപ്പിക്കുന്നു. നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് ഞാൻ നിന്നെ പോഷിപ്പിച്ചു. എത്ര മനോഹരമായ അനുഭവം! അവരുടെ ജീവിതത്തിലെ ഒന്നും കൊണ്ടല്ല, എന്നാൽ അവരുടെ ജീവിതത്തിൽ എല്ലാം ദൈവം കൊടുത്തു. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്നതല്ല ഒന്നുമില്ല. ഒരുപക്ഷെ നമ്മുടെ അധ്വാനം കൊണ്ടാണെങ്കിൽ പോലും ദൈവികമായ കരുതലാണ് നാം അനുഭവിക്കുന്നതെന്നുള്ളത് നാം മറന്നു കളയരുത്. 3, നമ്മുടെ ജീവിതത്തിൽ ആത്മീയ അനുഭവങ്ങൾക്ക് വിശ്വാസത്തിലുള്ളതായ സ്ഥാനം. നമുക്ക് ഭൗതികത കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയില്ല എന്നുള്ള പരമമായ സത്യം നാം മനസ്സിലാക്കണം. അപ്പം കൊണ്ട് മാത്രം ജീവിക്കാൻ ഒക്കത്തില്ല. അപ്പം ഉണ്ടെങ്കിൽ, അതായത് ഭൗതികമായ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ എല്ലാം ആയി എന്ന് നാം കരുതുകയാണെങ്കിൽ അത് വളരെ തെറ്റായിരിക്കുന്ന കാര്യമാണ്. എത്ര ശക്തമായിട്ടാണ് വേദപുസ്തകം പറയുന്നത്. യേശു ആദ്യം പറഞ്ഞതും അതല്ലേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കാൻ സാധ്യമല്ല. അവിടെ ലഹം ഞാൻ പറഞ്ഞല്ലോ, ഭൗതികതയാണ് കാണിക്കുന്നത്. 4, വാഗ്ദത്ത ഭൂമിയെക്കുറിച്ചുള്ളതായ ഒരു ദർശനം, വിഷൻ ഓഫ് എ പ്രോമിസ്ഡ് ലാൻഡ്. ദൈവം തന്ന നമ്മുടെ സാഹചര്യം ദൈവത്തിൻ്റെ ഭൂമിയാണ്. ആ ഭൂമിയെ പരിരക്ഷിച്ച് അതിന് മുറിവേൽക്കാതെ സംരക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന ഭൂമിയെക്കുറിച്ചുള്ള ഒരു ദർശനം, ആ വരാൻ പോകുന്നതായിരിക്കുന്ന പ്രോമിസ് ലാൻഡിനെ കുറിച്ചുള്ള ഒരു ദർശനവും നമ്മൾ നഷ്ടപ്പെട്ടു പോകാനിടയാകല്ലേ. പുതുവർഷം നമുക്ക് അന്മയായി തീരാനായിട്ട് സാധിക്കണം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ, മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു.